പ്രൈസ് ദി ലോർഡ്. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. നമ്മളോടൊപ്പം ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സെഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പകരപ്പെടുവാനിടയായി തീരട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് പിന്നെയും എൻ്റെ കഥയുടെ ഒരു സെഷനുമായിട്ട് കടന്നു വരുവാൻ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളുടെ ഹൃദയത്തിലും വലിയ ആത്മീക സമാധാനത്താൽ നിറയ്ക്കണം, സഹായിക്കണം. അപ്പോൾ കുറവുകളെ ക്ഷമിച്ച് ദൈവഭാഗത്തെ ഞങ്ങളിലൂടെ വെളിപ്പെടണം. അങ്ങനെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനമഹത്തോടത്തേക്ക് തരുന്നു. യേശു മൂലധർമ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സുനിൽ പി കോശി, സുനിൽ പത്തനാപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന വളരെ പ്രസിദ്ധമാകുന്ന ക്രൈസ്തവ ഗാനത്തിൻ്റെ രചയിതാവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഒത്തിരി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവദാസൻ. ആസാദിയുടെ ഈ ഒരു വേദിയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്റർ സുനിൽ പത്തനാപുരത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നേ പാസ്റ്ററെ? കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ നമ്മുടെ ഈ സെഷനിൽ വന്ന് ജോയിൻ ചെയ്തതിൽ. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെറുകൽ കൺവെൻഷന് പാസ്റ്റർ പറയുന്ന അനുഭവങ്ങളൊന്ന് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് ഞാനൊന്ന് പാസ്റ്ററെ ശ്രദ്ധിച്ചത് ഓർക്കുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മാത്യു ശാമുവേൽ സാറിൻ്റെ ഒരു വീഡിയോ ഒത്തിരി അങ്ങ് വൈറലായി അല്ലേ? അതെ. ശരിക്കും ഞാൻ തമാശയ്ക്ക് വീട്ടിൽ പറഞ്ഞു, മാത്യു ശാമുവേൽ സാർ ഇപ്പം ടെസ്റ്റിമണി സെക്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഒരു സെക്കുലർ മീഡിയ പ്രവർത്തകനാണല്ലോ. അപ്പം ഞാൻ വീട്ടിൽ തമാശയ്ക്ക് പറഞ്ഞതാ കേട്ടോ. നമ്മുടെ മാത്യു ശാമുവേൽ സാറും ഈ പറഞ്ഞതുപോലെ ടെസ്റ്റിമണി സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അതുപോലെ പവർഫുൾ ആയിരുന്നു ആ സെക്ഷൻ. കാരണം അതൊരു സെക്കുലർ മീഡിയയിൽ വന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരത്തിന് അനുഭവങ്ങൾ കിട്ടിയ സമയം കൊണ്ട് പറയാൻ ദൈവം സഹായിച്ചു. അനേകരിലേക്ക് അത് എത്തി. അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ അന്നൊരു ചെറിയ സമയം കിട്ടിയുള്ളൂ അല്ലേ? കുറച്ച് സമയമുള്ള. അതെ. അപ്പോൾ ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. അന്ന് ചുരുക്കത്തിൽ പറഞ്ഞെങ്കിൽ അത് മുഴുവൻ നമ്മുടെ പ്രേക്ഷകരെ കേൾപ്പിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പ്രിയപ്പെട്ട ദേവദാസനെ ആ വിധത്തിൽ ദേവദാസന്റെ അനുഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. പത്തനാപുരത്താണോ ജനിച്ചു കൊള്ളുന്നത്? അതെ, ഞാൻ പത്തനാപുരത്താണ് ജനിച്ചത്. ശരി. ജന്മസ്ഥലം പത്തനാപുരം. ഓക്കെ. അപ്പൊ ഇപ്പം താമസിക്കുന്നത് പത്തനാപുരത്ത് നിന്ന് അടൂരേക്കുള്ള വഴിയില് ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇളമണ്ണൂര്. ഒഫീഷ്യൽ നെയിം സുനിൽ പി കോശി എന്നാണ്. അതെ. ശരി. അപ്പൊ പത്തനാപുരം നാട്ടുകാരെ ആഡ് ചെയ്തതാണോ? എങ്ങനെയാണ് പത്തനാപുരം എന്നുള്ള പേര് നമ്മുടെ പേരിന്റെ ഭാഗമായി മാറിയത്? അല്ല, ഈ ഗാനം എഴുതിയത് ആരെന്നോ എവിടെയുള്ള ആളാണെന്നോ ആർക്കും അധികം അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് 2011 നടന്ന ചെറുവക്കൽ കൺവെൻഷനിൽ ഡോക്ടർ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ആ വർഷത്തെ കൺവെൻഷനിൽ പ്രധാന ഗാനമായിട്ട് തെരഞ്ഞെടുത്തിരുന്നത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന പാട്ട്. അപ്പോഴും അറിയില്ലായിരുന്നു ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. 2-3 ദിവസം അവിടെ കൺവെൻഷൻ നടന്നതിന് ശേഷം അവിടെ വൈകിയ സമയത്ത് ആഹാരം ദൈവദാസന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദാസന്മാരുടെ കൂട്ടത്തിലിരുന്ന പത്തനാപുരം സ്വദേശിയായ പാസ്റ്റർ ബിനു ഡാനിയൽ, അദ്ദേഹം ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കുക. അപ്പൊ ഞാൻ ആ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ആ ആരാധനയിൽ പലപ്പോഴും സംബന്ധിക്കാറുണ്ട്. അവിടെ വെച്ച് ഞാൻ ഈ പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് സാക്ഷ്യത്തിന് മുൻപ്
ഇതിന്റെ വരികളൊക്കെ പാടുന്നത് കൊണ്ട് ബിനു ഡാനിയൽ പാസ്റ്ററിന് ഇത് നന്നായി പരിചയം ഓർമ്മയുണ്ടായിരുന്നു. അപ്പോ ചെറുവക്കൽ കൺവെൻഷനിൽ അവിടെ എല്ലാവരും കൺവെൻഷന് ശേഷം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ഈ പാട്ട് പാടിക്കൊണ്ട് അവിടേക്ക് വന്നപ്പോൾ അവിടെ ഇരുന്ന ബിനു ഡാനിയൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഈ പാട്ട് എഴുതിയത് അറിയാമോ? ഇത് ഞങ്ങളുടെ പത്തനാപുരത്തുള്ള സുനിൽ ബ്രദറാണ് ഈ പാട്ട് എഴുതിയതെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ അത് പാസ്റ്ററെ സംബന്ധിച്ചും പെട്ടെന്ന് അത്ഭുതമായിരുന്നു. ഇതിന്റെ പിന്നിലുള്ള ആളിനെ കണ്ടെത്തിയല്ലോ എന്നുള്ളത്. അനേകര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിനു ഡാനിയൽ പാസ്റ്റർ അങ്ങോട്ട് ചോദിച്ചു, പാസ്റ്ററെ ഈ പാട്ട് എഴുതിയ ബ്രദറിനെ അറിയാമോ? ഇത് ഞങ്ങളുടെ സുനിൽ ബ്രദറാ പത്തനാപുരത്തുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് തൊട്ടടുത്ത ദിവസം രാവിലെ 6:30-7 മണി ആ സമയത്ത് പാസ്റ്റർ സുനിൽ പത്തനാപുരമാണോ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഡോക്ടർ ജോൺസൺ ഡാനിയൽ പാസ്റ്ററാണ്. പക്ഷെ ആ സമയത്ത് എനിക്കറിയില്ല ഞാൻ സുനിൽ പത്തനാപുരമാണോ എന്ന്. എന്നെ ആരും അതിനു മുൻപ് വിളിച്ചിട്ടില്ല ഈ പത്തനാപുരം ചേർത്ത്. ആദ്യം എനിക്ക് വിളിയെ കേട്ടിട്ടുള്ളൂ. സുനിൽ പി കെ എന്നോ സുനിൽ പി കോശി എന്നോ ചേർന്ന് ഫാദറിന്റെ പേരൂടെ ചേർത്തുള്ള വിളിയെ പലപ്പോഴും കേട്ടിട്ടുള്ളൂ. അപ്പൊ ഈ സുനിൽ പത്തനാപുരമാണോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ആദ്യം ഞാൻ അല്പക്ഷീണത്തിൽ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. രാവിലെ സമയമാണ്, അല്പക്ഷീണമൊക്കെ ഉണ്ടായി ഇങ്ങനെ കിടക്കുക. അപ്പൊ ആദ്യം എനിക്ക് സംശയം ഉണ്ടായി, ഈ സുനിൽ ഞാനാ, പക്ഷെ പത്തനാപുരം ആരാണെന്ന് എന്നെ അങ്ങനെ ആരും ചേർത്ത് വിളിക്കാത്തത് കൊണ്ട്. അപ്പൊ ഉടനെ പിന്നെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഈ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന പാട്ട് എഴുതിയ സുനിൽ ബ്രദർ ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് തന്നെ ഒരു ഉറപ്പായത് എന്നെ തന്നെയാണ് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ വിളിച്ചതെന്ന്. അങ്ങനെയാണ് ഞാൻ പാസ്റ്ററോട് മറുപടി പറയുകയും അടുത്ത ദിവസം അവിടെ വരാൻ പറയുകയും എനിക്ക് സാക്ഷ്യത്തിനുള്ള അവസരം ക്രമീകരിക്കുകയും ചെയ്തു. അതെ, എനിക്ക് തോന്നുന്നു ചെറുവക്കൽ കൺവെൻഷൻ എല്ലാ വർഷവും അങ്ങനെ ആരെങ്കിലും വളരെ റയറായിട്ടുള്ള ആളുകളെ സ്റ്റേജിൽ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, മറഞ്ഞു കിടക്കുന്ന അല്ലേ? ഞാൻ പലപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അതെ, ജോൺസൺ ഡാനിയൽ പാസ്റ്ററെ സംബന്ധിച്ച് അതൊരു എടുത്തു പറയത്തക്കതായ ദൈവകൃപയുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ. ഓരോ വർഷവും അനേക ദൈവം താലന്ത് കൊടുത്ത് പ്രത്യേകിച്ച് ഓരോ ശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ച വ്യക്തികളെ കണ്ടെത്തി ചെറുവക്കൽ കൺവെൻഷനിൽ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് അവരെ മറ്റുള്ളവരുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ ഡോക്ടർ ജോൺസൺ ഡാനിയൽ കാണിക്കുന്ന ആ സന്മനസ്, അതൊരു വലിയ ഒരു ദൈവകൃപയുടെ ഒരു പ്രകടനമാണ്. അദ്ദേഹം വലിയ ദൈവകൃപയുടെ ഒരു വലിയ മറ്റുള്ളവരിലേക്ക് അത് മാതൃകയായി തന്നെയാണ്, മറ്റുള്ളവർക്ക് കൂടെ മാതൃകയായി തന്നെ അദ്ദേഹം അത് ചെയ്യുന്നത്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതെ, അങ്ങനെ കുറെ ദേവദാസന്മാർ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ആ വിധത്തിൽ കൈത്താങ്ങൽ നൽകുന്ന അല്ലേ? നമുക്ക് ആശിക്ക മാത്രം ചെയ്യാം എന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അടുത്ത തലമുറയിൽ നിന്ന് ദൈവം നമ്മുടെ തലമുറയിൽ നിന്ന് നമ്മളൊക്കെ ദൈവം തീർച്ചയായും. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആ പത്തനാപുരത്തെക്കുറിച്ചൊക്കെ കേട്ടു. അപ്പം കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആദ്യം പറയുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും. നമുക്കവിടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയുള്ള സാഹചര്യമായിരിക്കും. പിന്നീട് നമുക്ക് എല്ലാ അനുഭവവും കേൾക്കാം കേട്ടോ. പക്ഷെ ആരംഭത്തിൽ ഒന്ന് കുടുംബം, മാതാപിതാക്കള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. ഓക്കെ. പിതാവ് പത്തനാപുരത്തിനടുത്ത് ശാലേംബരം സ്വദേശിയാണ്. എയർഫോഴ്സിലായിരുന്നു സർവീസ്. അവിടുന്ന് കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷം സർവീസിൽ നിന്ന് വന്നതിന് ശേഷം പിന്നീട് സെൻട്രൽ ഗവൺമെന്റിന് തന്നെ ഉദ്യോഗസ്ഥരായി. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അതിന്റെ പ്രിവന്റീവ് സെക്ഷനിലായിരുന്നു. മാതാവ് ഇളമണ്ണൂർ സ്വദേശിയാണ്. അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടില് ഇപ്പോഴ് വൈഫ്, കുഞ്ഞുങ്ങൾ 3 പേര്. 2 പേര് ഇപ്പോൾ ബാംഗ്ലൂരിലാണ്, ഒരു പഠന സ്ഥലത്താണ്. വൈഫ് നാൻസി, മക്കള് 3 പേര്, ഡാനി, ഡിയ, ഡിസ്നി. ഇതൊക്കെയാണ് കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം അല്ലേ? അതെ 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 അതെ. ശരി. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കാം. ഒരു പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ ജനിച്ചു വളർന്നത്? അല്ലല്ലോ. പെന്തിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്? ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ പറയാം കേട്ടോ. കർത്താവിന്റെ ദാസൻ നടന്ന വഴികൾ, അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ, ജീവിതം എങ്ങനെ ജീവിതത്തിൽ ഡെവലപ്പ് ആയത്, മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ പറയാം. ജനിച്ച് കുറച്ചുനാൾ പത്തനാപുരത്തെ താമസത്തിന് ശേഷം ഫാദറിന് ജോലിയോടുള്ള ബന്ധത്തിൽ കോഴിക്കോടായിരുന്നു കുറച്ച് വർഷങ്ങൾ.
അതിനുശേഷം പിന്നീട് സ്കൂൾ കാലഘട്ടമായപ്പോഴേക്കും ഈ പത്തനാപുരത്തിനടുത്ത് ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ആ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇവിടെ അടുത്തുള്ള പാസ്റ്റർ മത്തായി എന്ന് പറഞ്ഞ അദ്ദേഹം ബാപ്റ്റിസ്റ്റിന്റെ ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വരികയും പല ഭവനങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ അതിൽ എല്ലാ വിഭാഗങ്ങളിലും കത്തോലിക്ക വിഭാഗത്തിലും അതുപോലെ CSI ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള എല്ലാ ഭവനങ്ങളിലുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഭവന പ്രാർത്ഥനയും കൂടിവരവും ഒക്കെ നടന്നിരുന്നു. അപ്പൊ അത് ആ പാസ്റ്റർ അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹം പങ്കിടുവാനും ഒക്കെ ഉള്ള ഒരു മാതൃക കാണിച്ചത് കൊണ്ട് ഞാനും അതിൽ ഭാഗവാക്കായി ഈ പാസ്റ്റർ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒറ്റയ്ക്ക് പല ഭവനങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥന നടത്തുന്ന പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂട്ടുപോകുന്നതാണ്, ഞാൻ കൂടെ പോകുന്നതാണ്. അപ്പൊ ചില ഭവനങ്ങളിൽ എന്നെ കൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പാസ്റ്റർ ഈ രക്ഷയുടെ അനുഭവങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നു പോയ സന്ദർഭത്തില് ഒരിക്കൽ ഒരു വലിയ മഴ വരുന്നതിന് മുൻപ് ഈ സഞ്ചാരിയായ ഒരു സുവിശേഷകൻ ഇവിടെ അടുത്ത് ഈ പത്തനാപുരം അടൂർ റോഡിലുള്ള മങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ദൈവദാസന്, അദ്ദേഹം ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്, പാസ്റ്റർ കുഞ്ഞുമോൻ അവർ. അപ്പോ വലിയ മഴ വരുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി കയറി വന്ന വീട് ഞങ്ങളുടെ വീടായിരുന്നു. അപ്പൊ ഈ ഒരു വർഷത്തിൽ ചിലപ്പോൾ ആദ്യമായി പെയ്യുന്ന മഴ, ആ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീടിന്റെ മുൻവശം റബ്ബർ തോട്ടം ആയതുകൊണ്ട്, ഒരു എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ ആദ്യം പെയ്യുന്ന മഴയിലും കാറ്റത്തും ഒരുപാട് വിറകുകൾ ഒടിഞ്ഞു വീഴുന്ന പതിവാണ്. അപ്പൊ ഞങ്ങള് ഈ ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വിറക് പറക്കാനായിട്ട് കാറ്റടിച്ചാൽ മഴ പെയ്താൽ നല്ല വിറക് കിട്ടും. ഇത് പറക്കാനായിട്ട് ഓടിപ്പോകാനിരിക്കുന്ന, അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിക്കയറി ഈ ദൈവദാസൻ വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ ഞാനും അമ്മയും മുഖത്തോട് മുഖം നോക്കി. കാരണം ഇനി ഒരു പാസ്റ്റർ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മഴയും തുടങ്ങാറായപ്പോഴേക്കും ഇനി എങ്ങനെ വീട്ടിൽ നിന്ന് പാസ്റ്ററെ അവിടെ ഇരുത്തിയിട്ട് വിറക് പറക്കാൻ പോകാൻ പറ്റും? അപ്പൊ ഞങ്ങൾ രണ്ടും പോയില്ല. പാസ്റ്ററിനൊരു കസേര വലിച്ചിട്ട് കൊടുത്തു. പാസ്റ്റർ അവിടെ ഇരുന്നു, ഞാനും അമ്മയും അടുത്തിരുന്നു. അമ്മ പെട്ടെന്നൊരു കട്ടൻ കാപ്പി കൊണ്ടുവന്ന് പാസ്റ്ററോട് കൊടുത്തു. അതിഭയങ്കരമായ മഴ അതിശക്തമായിട്ട് പെയ്യുക പുറത്ത്. പക്ഷേ പാസ്റ്റർ ആ കസേരയിലിരുന്ന് ദൈവവചനം സംസാരിച്ചു. യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് കണ്ണുനീരോടെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാനും എൻ്റെ മാതാവും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാൻ ഇടയായി. അപ്പോൾ സംഭവിച്ചത്, ഏകദേശം 1 മണിക്കൂറോളം മഴ പെയ്തപ്പോൾ ഈ മഴയുടെ ശക്തി ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ മഴ നല്ല മഴയാണെന്ന് വാതിൽ തുറന്ന് വെളിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ വെള്ളം അടിച്ച് ഇരച്ച് വീടിനകത്തേക്ക് വാതിലിന്റെ സൈഡിൽ കൂടിയൊക്കെ പ്രവേശിക്കുന്ന അനുഭവം ഉണ്ടായപ്പോഴാണ് പിന്നീട് മനസ്സിലായത് അതിശക്തമായ മഴയാണ്. ദൈവവചനം പറഞ്ഞു യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. പക്ഷെ ആ പ്രാധാന്യത്തോടെ സ്വീകരിച്ചതാണെങ്കിലും പിന്നീട് എനിക്ക് അതൊരു പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവത്തിന്റെ പ്രാധാന്യവും അതിന്റെ ആ ഒരു തീവ്രതയും എത്രത്തോളം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞു. പാസ്റ്റർ കട്ടൻ കാപ്പിയും കുടിച്ച് പുറത്തോട്ടിറങ്ങി. പാസ്റ്റർ താഴേക്ക് യാത്ര ചെയ്തു. തിരിച്ച് വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നിന്ന് ഒരു വാക്ക് പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ഒരാള് ദൈവത്തിനായിട്ടുണ്ടാകുമെന്ന് ആ ദൈവദാസൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞിട്ടാ പോകുന്നു. എനിക്ക് ഈ ദൈവവചനവുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവിക വേലയുമായിട്ടോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഓർമ്മയോ ശ്രദ്ധയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലും അങ്ങനെ ചിന്തിക്കാതിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി, ഈ വീട്ടിൽ നിന്ന് ഒരാൾ ദൈവത്തിനായിട്ടുണ്ടാകുമെന്ന് പറയാനിടയായി. അത് അത്ഭുതമായി തീർന്നു. 118 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിൽ പ്രകാരം പറയുന്നൊരു ദൈവവചനമുണ്ട്. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ ഈ ആസാദി ചാനലിലേക്ക് എനിക്കിങ്ങനെ ഒരു അവസരം തന്നത്, ഞാൻ ഇപ്പോൾ ഇത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദൈവവചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന ഒരു അനുഭവമാണ്. അന്ന് ആ ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ നിന്നൊരാൾ ദൈവത്തിനായി വേർതിരിക്കപ്പെടും, ഉണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി താഴേക്ക് ഇറങ്ങി മഴ അസ്തമിച്ച് നോക്കിയപ്പോൾ
ഞാനും അമ്മയും വീണ്ടും മുഖത്തോട് മുഖം നോക്കി. മുഖത്തോട് മുഖം നോക്കിയത് മറ്റൊന്നുമല്ല, ഒരു വിറക് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. തന്നെയുമല്ല, വീടിന്റെ മുൻവശത്ത് വരെ വീണ് കിടന്നിരുന്ന വിറകുകൾ, വലിയ വിറകുകളൊക്കെ ആളുകളൊക്കെ പറക്കി എടുത്തുകൊണ്ട് പോയിരുന്നു. പക്ഷേ പാസ്റ്റർ താഴേക്ക് പോയി. ഞാനും അമ്മയും വീട്ടിൽ തിരിച്ചു കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പുറകിൽ വലിയ ശബ്ദം കേട്ടു. ഒരു റബ്ബർ മരം രണ്ടായി പിളർന്ന് വലിയൊരു ഉണങ്ങി അതുവരെ വീഴാതിരുന്ന ഒരു വലിയ വിറകിന്റെ കഷ്ണം അത് ഒടിഞ്ഞ് അവിടെ താഴെ വീണു. ഞാനും അമ്മയും രണ്ടുപേരുടെ വലിച്ചിട്ടും വലിക്കാതെ സഹോദരനെയും കൂടെ പിന്നീട് ഒന്ന് വിളിച്ച്, അപ്പോ സംഭവിച്ചത്, അവിടെ ഓടി നടന്ന് പറക്കി കൂട്ടുന്നതിനേക്കാൾ വലിയ ഒരു മരത്തിന്റെ നേർപകുതി, ഈ ഒരു വലിയ ഭാഗം ഉണങ്ങിയ വിറകാണ് വലിച്ചുകൊണ്ട് വന്നത്. എനിക്ക് തോന്നുന്നു അതിന് രണ്ടു മാസത്തിൽ കൂടുതൽ തീയിരിക്കാനുള്ള വിറക് ഉണ്ടായിരുന്നു. നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുത്ത സമയം നഷ്ടം വന്നില്ലെന്ന് ഉറപ്പായി. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത്രയും സമയം ദൈവസന്നിധിയിൽ ഇരുന്ന ആ ദൈവം എന്താണെന്ന് പോലും അറിയില്ല. ആ ദൈവദാസൻ പറഞ്ഞ ആ അനുഭവങ്ങളുടെ പൂർണ്ണതയോ അർത്ഥമോ ഒന്നും ഗ്രഹിക്കാതെ അത് യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്തു. പക്ഷെ പിന്നീട് ആ രക്ഷയുടെ അനുഭവത്തിൽ തുടരാനുള്ള ഒരു ചിന്തയോ ശ്രദ്ധയോ ഇല്ലാതെ നമ്മുടെ ഉപജീവന മാർഗവും പഠനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ആ ഒരു ബാല്യകാലങ്ങളിൽ സ്കൂൾ സമയങ്ങളിലൊക്കെ നടന്ന അനുഭവങ്ങൾ. പാസ്റ്റർക്ക് മറ്റനുഭവങ്ങളും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചെറിയ പ്രായങ്ങളിൽ അങ്ങനെ ഒരു സ്പർശനം ജീവിതത്തിൽ ഉണ്ടായി. പിന്നീട് ഒരു പെന്റിക്കോസ്റ്റൽ അല്ലേ, ഒരു ആ വഴിയിലൂടെ പോവുകയായിരുന്നു. ഇല്ല പിന്നീട് ഈ കരിസ്മാറ്റിക്കിന്റെ കാലഘട്ടങ്ങളായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ്. അപ്പൊ ആ അനുഭവങ്ങളിലൂടെ പോകാം കേട്ടോ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം, ജീവിതാനുഭവങ്ങൾ പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും നമ്മുടെ ഗസ്റ്റ് സംസാരിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം. എന്നാലും ഞാൻ അത്യാവശ്യം ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോഴേക്കും ഒരു അവസരം കിട്ടിയത് ഗുജറാത്തിലെ വെരാവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ റയോൺ ഇൻഡസ്ട്രീസ് എന്ന ബിർളയുടെ കമ്പനിയിലാണ് ITI പഠിക്കാനായിട്ട് എനിക്കൊരു അവസരം ലഭിക്കുന്നത്. അവിടെയുള്ള സമയങ്ങളിൽ ആത്മീയ കൂട്ടായ്മകളിലും അതുപോലെ കരിസ്മാറ്റിക്കിന്റെ യോഗങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ ഈ കൂടെ താമസിക്കുവാൻ തിരുവല്ല സ്വദേശിയായ ഒരു ബ്രദർ ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ ആരുടെ കൂടെ പോകണം, എങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകണമെന്നൊക്കെ ആദ്യം ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതചര്യയിൽ വളരെ എനിക്ക് സന്തോഷമുണ്ടായി. ഒന്ന്, ഞാൻ ചെറുപ്രായം മുതൽ തന്നെ മദ്യപാനോ പുകവലിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ എന്റെ കൂടെ താമസിക്കുന്ന ആ സഹോദരൻ അങ്ങനെയുള്ള സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ആരാധനയ്ക്ക് പോകുന്ന ഇടം എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള കൂട്ടായ്മയിലാണ് അദ്ദേഹം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞു. ആ കൂട്ടായ്മയിലേക്ക് പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. എന്നാൽ മാനുഷികമായ പെട്ടെന്ന് ചില പ്രശ്നങ്ങള്, ചില ചിന്തകളൊക്കെ വരുമ്പോഴേക്ക് പോകാതെയും ഇരിക്കും. അപ്പോ ദൈവം ആരെന്ന് പൂർണ്ണമായ ഒരു അന്വേഷണത്തിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ നാട്ടിൽ അതേ സമയത്ത് ഈ പഠന സമയത്ത് സംഭവിച്ച കാര്യം, ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വളരെ പ്രയാസം ഉണ്ടാകുവാനിടയായി. വളരെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായി ആ വേദനയുടെ അനുഭവത്തെ വ്യക്തമാക്കുവാൻ എനിക്ക് കഴിയില്ല. എന്താണ് സംഭവിക്കുന്നത് എല്ലാം അവ്യക്തമായി തോന്നും. അല്പനേരം ഉണ്ടാകും, പിന്നീട് അത് കാണുകയില്ല. നന്നായി സംസാരിക്കുവാനോ പുസ്തകം വായിക്കുവാനോ നടക്കുവാനോ കഴിയാത്ത, ചെവി കേൾക്കുവാനോ കഴിയാത്ത രീതിയിൽ ശരീരത്തെ വലിച്ചു മുറുക്കുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടായി. ആദ്യമൊക്കെ ശ്രദ്ധിച്ചു, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, വലിയ പ്രയാസമാണ്, പാടുവാൻ കഴിയുന്നില്ല, പുസ്തകം വായിക്കുവാൻ കഴിയുന്നില്ല, വലിയ അസഹ്യമായ, ശരീരത്തിൽ ഒരു അസഹ്യമായ പ്രയാസം അനുഭവപ്പെടും. അപ്പൊ ഞാൻ എന്നെ കൊണ്ടുപോയത് കസിനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, ട്രീറ്റ്മെന്റിന് പോകണം. അപ്പൊ അവിടെ 1-2 ഹോസ്പിറ്റലൊക്കെ കാണിച്ചെങ്കിലും അവർക്ക് വേണ്ടതുപോലെ ഒരു ചികിത്സ തരുവാനോ ശ്രദ്ധിക്കാനോ അവർക്കത് മനസ്സിലാകുന്നില്ല. അപ്പൊ പറഞ്ഞു നാട്ടിൽ പോയി വിശദമായി പരിശോധിക്കാമെന്ന് കരുതി വീട്ടിൽ വരുന്നതിന്റെ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ 2-3 ട്രെയിൻ ഓടി മാറി കയറി വീട്ടിലെത്തുവാനിടയായി. 1994 ഒക്ടോബർ മാസം 16-ാം തീയതി വൈകിയ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഒറ്റ ചിന്തയുള്ളൂ, രാവിലെ ഡോക്ടറെ കാണാൻ പോകണം. എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്, തലയിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വ്യഗ്രതയോടെയാണ് ഞാൻ വരുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട്.
ട്രെയിൻ യാത്രയിൽ ആഹാരം കഴിക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഉള്ളിൽ ഒരു ഭീതിയുണ്ട്. ഈ പള്ളിയിൽ മണി മുഴങ്ങുന്നത് പോലെ ചെവിയിൽ ഇങ്ങനെ മണി മുഴങ്ങുന്ന അനുഭവം ഉണ്ടായിട്ട് ഉള്ളിൽ പറയും, വ്യക്തമായി കേൾക്കാം, മരണം 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 എന്ന് മണി മുഴങ്ങുന്നത് പോലെ ഇങ്ങനെ മുഴങ്ങും. ഞാൻ ഒരു ഭീതിയോടെ കമ്പനിയിൽ നിന്ന് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ഓടും, തിരിച്ചു വരും. ഇങ്ങനെ മരണഭീതി കൊണ്ട് വല്ലാതെ അസഹ്യമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്നത്. അപ്പൊ ഈ സമയം എന്ന് തുടങ്ങി ഈ സമയത്ത് നാട്ടിലൊരു സംഭവം ഉണ്ടാകാനിടയായി തീർന്നു. സമയം വളരെ വ്യക്തമായി ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, അതേ സമയത്ത് ഇവിടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഞങ്ങൾ താമസിക്കുന്നതിന്റെ സമീപത്ത് തന്നെയാണ് നടക്കുന്നത്. അതായത് ഗുജറാത്തിൽ നമുക്ക് ഈ അസുഖം ഉണ്ടാകുന്നതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതേ സമയത്ത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അതേ സമയത്താണ് നാട്ടിൽ നടക്കുന്ന സംഭവം. സമീപത്തുള്ള ഭവനത്തിലെ ഒരു സഹോദരൻ മരിക്കുകയും, അദ്ദേഹം ജോലിയിലായിരുന്നത് മറ്റ് സ്റ്റേറ്റിലെ നോർത്തേൺ സൈഡിലെ സ്റ്റേറ്റിലാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോലും കിട്ടാതെ ചിതാഭസ്മമായിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ, ആ ക്രിയകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തൊട്ട് അല്പം അടുത്ത് ഒരല്പമല്ലാത്ത അകലത്തിൽ താമസിക്കുന്നവരായതുകൊണ്ട് സ്വതവേ അല്പം വസ്തു സംബന്ധമായ ഒരു പ്രയാസം നേരത്തെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഈ അവരുടെ തെറ്റിദ്ധാരണ അതിലേക്ക് ഉണ്ടാകാനുള്ള കാരണം അതാ. അപ്പോൾ ആ മാതാവിന് ഒരു ചിന്തയുണ്ടായത്, ഞങ്ങളുടെ മകൻ മരിക്കുവാൻ കാരണം ആരെങ്കിലും ആഭിചാരം ചെയ്തതായിരിക്കുമെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായി. യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധാരണ തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരായതുകൊണ്ട് അവരങ്ങനെയാണ് ചിന്തിച്ചത്. ആരെങ്കിലും ക്ഷുദ്രപ്രയോഗം ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ അവരുടെ മകന് സംഭവിച്ചതെന്ന് അവരങ്ങനെ ഒരു ധാരണയുണ്ടായി. അപ്പോ പെട്ടെന്ന് ആ സഹോദരിയുമായി ചേർന്നുള്ള ഒന്ന് രണ്ട് പേരോട് ചേർത്ത് അവരൊരു തീരുമാനമെടുത്തത്, നമ്മുടെ മകൻ മരിക്കുവാൻ കാരണമായത് ഇന്ന ഭവനം ആഭിചാര പ്രവൃത്തി ചെയ്തത് കൊണ്ടാണെങ്കിൽ നമുക്കും അതിന് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്ത അവർ തമ്മിൽ അതൊരു തീരുമാനത്തിലേക്ക്. അപ്പൊ കേവലം വീട്ടമ്മയായ സാധാരണക്കാരിയായ ഒരു സഹോദരിയുടെ ഹൃദയത്തിലെ തീരുമാനം എന്ന് പറയുന്നത് അതാണ് അത്ഭുതം. ഞങ്ങളുടെ മകൻ മരിച്ച് ചിതാഭസ്മമായി വന്നതുപോലെ പ്രതികാരത്തിനിരയാകുന്ന വ്യക്തിയും മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിൽ അവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണണമെന്നാണ് സാധാരണക്കാരിയായ ആ സ്ത്രീയുടെ ബുദ്ധിമണ്ഡലത്തിൽ ഉണ്ടായ ഒരു തീരുമാനം. സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ കൊണ്ട് നാം അതിനെ മുട്ടിച്ചു കളക, അതിന്റെ പേര് പോലും ഇനി പറയരുതെന്ന് പറയുന്ന ഒരു വാക്യം എന്റെ ഓർമ്മയിൽ വന്നു. ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഒരു സാധാരണക്കാരിയായ ഒരു സഹോദരിയുടെ ഒരു തീരുമാനത്തിന്റെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാത്താന്യമായ പൈശാചികമായ ഒരു ബാധയാൽ അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം വരുമ്പോഴുണ്ടാകുന്ന തീരുമാനത്തിന്റെ കാഠിന്യം എത്ര ഷാർപ്പാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതാ ഒരു തീരുമാനം. ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയോട് അയാളുടെ മുമ്പിൽ ഡീറ്റെയിൽ സമർപ്പിച്ച് പറഞ്ഞു ഉറപ്പിച്ച കാര്യം ഇതാ, ഞങ്ങളുടെ മകൻ മരിച്ച് ചിതാഭസ്മമായി വന്നതുപോലെ പ്രതികാരത്തിനിരയാകുന്ന വ്യക്തിയും ഇങ്ങനെ മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിനകത്ത് അവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കണം. ആഭിചാര പ്രവൃത്തി ചെയ്ത ആള് പറഞ്ഞു, ഇത് കഠിനമന്ത്രവാദമാണ്, ദുർമന്ത്രവാദമാണ്, അതിന് തുകയേറും, മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാണ്, തന്നെയുമല്ല ഇതിന് സഹായിയായി ഒരു പുരുഷനെ വേണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുവാനിടയായി. ഈ ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന സ്ഥലത്ത് കൂടെ കൂട്ടിക്കൊണ്ടുപോയ ഒരു സഹോദരി പിന്നീട് പറഞ്ഞത് എന്റെ മാതാവിനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. എന്റെ മാതാവിനോട് പറഞ്ഞത്, ആ സ്ഥലം കണ്ടപ്പോഴും അവിടെ ചെയ്യുന്ന ചില ക്രിയകൾ കണ്ടപ്പോഴും എനിക്ക് ഭയം തോന്നി, ഞാൻ അന്ന് അവളുടെ കൂടെ പോയതാണ്, പിന്നെ പോയില്ല എന്ന് എന്റെ മാതാവിനോട് അവർ പറഞ്ഞു. അത്രമാത്രം ഭീതി തോന്നിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് സാക്ഷ്യം ഇപ്പോഴും എന്റെ മാതാവിനോട് പറഞ്ഞത്. മാതാവ് ഈ സമയത്ത് അത് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് ഞാൻ ആകെപ്പാടെ അതിഭയങ്കരമായ വേദനയാൽ പ്രയാസപ്പെടുന്നതും അസ്വസ്ഥമാകുന്നതും. ആഭിചാരത്തെക്കുറിച്ചോ ഈ ക്ഷുദ്രപ്രയോഗത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഇതിനെപ്പറ്റി അവരവരുടെ അല്ലെങ്കിൽ എന്റെ ഉപജീവന മാർഗവും പഠനവും ഇത് മാത്രം ചിന്തിച്ച് നടക്കുന്ന എനിക്ക് പിന്നീടൊരു കാര്യം മനസ്സിലായത്, ദൈവവചനം ഇപ്രകാരം പറയുന്നു, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാതെ
മറ്റുള്ളവർക്ക് ശത്രുത്വം തോന്നി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സകല പ്രവൃത്തികളെയും ദൈവം എന്ത് ചെയ്യും? അതിനെ നിർവീര്യമാക്കി കളയും. ആ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. ഞാനിതൊന്നും അറിയുന്നില്ല. ഒന്നും അറിയാതെ വേദനയുമായി പ്രയാസവുമായി ഡോക്ടറെ കാണാനായിട്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ 94 ഒക്ടോബർ മാസം 16-ാം തീയതി അവിടെ വീട്ടിലെത്തുന്നതും വൈകിയ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുന്നു. ഇപ്പൊ സഹോദരനും സഹോദരിയും കയറി നേരത്തെ അവർ കിടന്നുറങ്ങി. അമ്മയും ഞാനും രാത്രി 11 മണിയായി പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ മുഴങ്കാലുകളെ മടക്കി ഒരു പാട്ട് പാടി. അതിനുശേഷം വേദപുസ്തകം വായിക്കുവാൻ എന്റെ തൊട്ട് എതിർ ദിശയിൽ ഇരുന്ന അമ്മ വേദപുസ്തകം തുറന്ന് എന്റെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി തന്നു. അപ്പൊ എന്റെ ഒറ്റ ചിന്ത, ദൈവമേ, നീ ജീവനോടെ എന്നെ, എന്റെ മാതാവിനെയും സഹോദരനെയും സഹോദരിയെയും, ഫാദർ അവിടെയില്ല, ഫാദർ ജോലി സ്ഥലത്ത്, അവരെ കാണാനായിട്ട് നീ കൊണ്ടുവന്നല്ലോ. ട്രെയിൻ യാത്രയിൽ തന്നെ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അത്രമേൽ അസഹ്യമായിരുന്നു. നീ എന്നെ ജീവനോടെ കൊണ്ടുവന്നല്ലോ, നന്ദി ദൈവമേ, കർത്താവേ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും രാവിലെ എനിക്ക് ഡോക്ടറെ പോയി കണ്ടേ മതിയാകുകയും. വേദപുസ്തകം തുറന്നു തന്ന വേദപുസ്തകം ഞാൻ നോക്കിയത് 118-ാം സങ്കീർത്തനമാണ്. വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. അധിക നേരം ഇരിക്കുവാൻ പ്രയാസമുണ്ടെന്നും എനിക്കറിയാം. പാട്ട് പോലും എനിക്ക് വേണ്ട വിധത്തിൽ പാടുവാൻ കഴിഞ്ഞില്ല. വേദനയെ സഹിച്ചാണ് ഞാൻ പാടുന്നത്. കാരണം അമ്മ അറിയരുത് എന്റെ വേദന. 1-ാമത്തെ വാക്യമെങ്കിലും ഉറക്കെ വായിക്കാമെന്ന് കരുതി. 118-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. വാക്യം വായിച്ചു തീർന്നില്ല. അതിനു മുൻപ് അത് വീണ്ടും ആവർത്തിക്കുവാൻ തുടങ്ങി. അതിഭയങ്കരമായ ശബ്ദത്തിൽ എന്റെ കാതുകളിൽ ഈ ദൈവവചനം അതിഭയങ്കരമായ ശബ്ദത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു, ഇത്രമാത്രം ഹൈ വാട്സ് വെച്ചാൽ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടായപ്പോ പെട്ടെന്ന് ഞാന് മുകളിലേക്ക് കണ്ണുകൾ തുറന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചു, ഒന്നുകൂടെ ശ്രദ്ധിച്ചു. നോക്കിയപ്പോ ആസ്ബറ്റോസ് ഇട്ടിരിക്കുക. മുഴങ്ങി കേൾക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ എന്റെ ചെവി പൊട്ടിപ്പോകുന്ന ശബ്ദത്തിൽ അതിഭയങ്കരമായിട്ടാണ് ഈ വാക്യം ആവർത്തിക്കുന്നത്. വീണ്ടും ഞാൻ താഴേക്ക് വാക്യത്തിലേക്ക് നോക്കിയ മുഴക്കമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. താഴേക്ക് നോക്കി, വായിക്കാൻ വയ്യെങ്കിലും അതിന്റെ 7-8 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പെട്ടെന്ന് നോക്കി. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവദാസനെ, വാക്യം അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എന്റെ കണ്ണുകൾ നനഞ്ഞു. ആദ്യമായി വേദപുസ്തകത്തിലേക്ക് എന്റെ കണ്ണുനീർ തുള്ളികൾ വീഴുന്നത് അന്നാണ്. കാരണം ജീവനോടെ വരികയില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ജീവനോടെ ഞാൻ എന്റെ വീട്ടിലെത്തി. എന്നെ കൊണ്ടുവന്നു. ഇനി രാവിലെ നേരം വെളുത്താൻ ഉടനെ ഡോക്ടറെ കാണാൻ പോകാനുള്ള താല്പര്യം എന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്റെ കാതിൽ മുഴങ്ങി. എന്നോട് ശക്തമായി അതിഭയങ്കരമായ ശബ്ദം എന്റെ കാതിൽ മുഴങ്ങി. ഞാൻ കേൾക്കുവാൻ തുടങ്ങി, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ പതുക്കെ കരഞ്ഞു. പക്ഷെ അമ്മ കാണരുതെന്ന് ആഗ്രഹിച്ചിട്ടും അമ്മ കണ്ടു, പതുക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യങ്ങളുടെ പതുക്കെ, എനിക്ക് വായിക്കാൻ വയ്യ, വേദനയുണ്ട്, എനിക്ക് ശബ്ദം കേട്ടിട്ട് ഭയമുണ്ട്, അതിഭയങ്കരമായ ശബ്ദമാണ് കാതിൽ മുഴങ്ങുന്നത്. താഴേക്ക് വന്നു. 18-ാമത്തെ വാക്യം ഒരു രീതിയിൽ ഒന്ന് നോക്കി, കണ്ണൊന്ന് തുറന്നടച്ച് നോക്കിയപ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യഹോവയായ ഞാൻ നിന്നെ കഠിനമായി ശിക്ഷണപ്പെടുത്തി, എന്നാലും ഞാൻ നിന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല എന്ന് ദൈവം. മരണത്തിന് ഏൽപ്പിക്കാത്തൊരു ദൈവം. 17-ാം വാക്യം അതിന് തൊട്ട് മുൻപ് പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്റെ പ്രിയ ദൈവദാസനെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം വ്യക്തമായി അന്ന് രാത്രിയിൽ എന്നോട് സംസാരിച്ചത്, മരണം എന്നെന്റെ കാതിൽ പള്ളിയിൽ മണി മുഴങ്ങുന്നത് പോലെ ഒരു മുഴക്കം തോന്നിയിട്ട് ഭീതി കൊണ്ട് ഓടി നടന്ന എന്നോട് അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കുകയാണ്, ഇല്ല, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് കേൾക്കുകയും തൊട്ടടുത്ത വാക്യങ്ങളെ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയായ ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതെന്ന് സങ്കീർത്തനത്തിൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തോട് ഉടനെ നിലവിളിച്ചു, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്റെ നന്ദികേടുകളെ പൊറുക്കണമേ എന്ന് അവിടെ വെച്ച് പതുക്കെ കരയുവാൻ തുടങ്ങി. എന്റെ തലയുടെ മുകളിൽ
പതുക്കെ ഒരു എന്തൊക്കെയോ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു അനുഭവം ഇറങ്ങുവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. പിന്നെ കരച്ചിലിനിടയിൽ കണ്ണു തുറന്ന് നോക്കി, ഇനി എന്തെങ്കിലും കറണ്ട് സംബന്ധമായി വയറോ വല്ലോ പൊട്ടി വല്ലോ വീണതാണോ എന്ന് ആദ്യം ഞാൻ ഭയപ്പെട്ടു. തലയുടെ മുകളിലായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അനുഭവം. അപ്പൊ പെട്ടെന്ന് മറ്റൊരു ചിന്ത എനിക്കുണ്ടായി. വേദനയുടെ അനുഭവത്തിലാണല്ലോ ഞാൻ വന്നിരുന്നത്. ഒരുപക്ഷെ ആ വേദനയെ തുടർന്ന് വല്ലോ തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. അല്ല, എന്റെ തലയുടെ മുകളിൽ പാസ് ചെയ്ത കരണ്ട് പോലെയുള്ള അനുഭവം പതുക്കെ 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 ശരീരം മുഴുവൻ താഴേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ സ്തോത്രം പറയും. അധികം സ്തോത്രം പറയാത്ത, അധികം ഹല്ലേലൂയ പറയാത്ത ഞാൻ സ്തോത്രവും ഹല്ലേലൂയായും ഒരു പരിധി കവിഞ്ഞ് ഞാനിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കെന്തോ റബ്ബർ പന്ത് കുതിക്കുന്നത് പോലെ തറയിൽ നിന്ന് ഉയർന്നും താണും ഞാൻ ഇങ്ങനെ റബ്ബർ പന്ത് ഉയർന്നും താണും കുതിക്കുന്നത് പോലെ ഇങ്ങനെ തെറിക്കുവാൻ തുടങ്ങി. ശരീരം മുഴുവൻ അതിഭയങ്കരമായ ശക്തി, കരണ്ടിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അതിഭയങ്കരമായ ശക്തിയാൽ ഞാൻ ഇങ്ങനെ തെറിക്കുവാൻ തുടങ്ങി. എന്റെ നാക്ക് ഉള്ളിലേക്ക് വലിഞ്ഞ് അവ്യക്തമായി എന്തൊക്കെയോ മലയാളമല്ലാത്ത മറ്റെന്തൊക്കെയോ അവ്യക്തമായി സംസാരിക്കുവാൻ, ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. ഞാൻ ഭയപ്പെട്ടു. ആദ്യം ഞാൻ വിചാരിച്ചു നാക്ക് അകത്തേക്ക് കയറിപ്പോവുകയാണെന്ന്. ഞാൻ കൈ ഉപയോഗിച്ച് ഈ വിറയ്ക്കുന്ന ഈ സമയത്ത് തന്നെ ഭയപ്പെട്ടിട്ട് ഞാൻ കൈ ഉപയോഗിച്ച് എന്റെ നാക്കിനെ പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അവ്യക്തമായിട്ട് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളമല്ല, മറ്റെന്തൊക്കെയോ അവ്യക്തമായി വാക്കുകളും ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ട് ഞാൻ തന്നെ ആദ്യം ഭയന്നുപോയി. അപ്പോഴൊക്കെ ശബ്ദമുയർന്നു, അവ്യക്തമായി ഏതൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. എന്റെ അമ്മയും ഭയപ്പെട്ടിട്ട് എന്റെ പുറത്ത് തട്ടി ഇങ്ങനെ ആദ്യം ചോദിച്ചു, കുഞ്ഞെ നീ എന്തിനാ കരയുന്നത്? നീ കരയാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം വേദന നിനക്ക് എന്തോ ഉണ്ട്? അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. ശബ്ദം കേട്ടിട്ട് എന്റെ സഹോദരനും സഹോദരിയും ഉണർന്നു വന്ന് നോക്കുക. അവരും അതിശയിച്ച് നിൽക്കുക. ഒരു റബ്ബർ പന്ത് കുതിക്കുന്നത് പോലെ ആ പ്ലാസ്റ്റിക് പായിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുക. ദൈവത്തിന്റെ അത്ഭുതകരമാർന്ന സാന്നിധ്യം. രാത്രി 11 മണി മുതൽ ഈ ശക്തി എന്നിൽ നിന്ന് മാറുന്നില്ല. ഞാൻ അവസാനം ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ വചനം സംസാരിക്കുവാൻ എന്റെ നാവിനെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞു. രാത്രി 1:30 പിന്നീട് നോക്കുമ്പോൾ സമയം. അതുവരെ എന്നെ അസഹ്യപ്പെടുത്തിയെന്ന് ഞാൻ അങ്ങ് പറയുക. എന്നെ ഇങ്ങനെ തറയിലും മുകളിലും ഇങ്ങനെ ഉയർന്നും താഴ്ന്നും വിറച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ശരീരത്തെ അതുവരെ എന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ശക്തി പതുക്കെ ശാന്തമായിട്ട് എന്നെ വിട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായത് പിറ്റേ ദിവസം രാവിലെ 10 മണിയോട് അടുത്ത സമയത്താണ്. അതുവരെ ചില നാളുകൾ എന്നെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, എനിക്ക് സംസാരിക്കുവാൻ വേണ്ടതുപോലെ കഴിയാതിരുന്ന, പാടുവാൻ ആഗ്രഹിച്ചിട്ടും വേണ്ടതുപോലെ പാടുവാൻ, ശബ്ദമുയർത്തുവാൻ കഴിയാതിരുന്ന, കാതുകൾക്ക് വേദനയുണ്ടായിരുന്ന, കണ്ണുകൾ തുറന്ന് വായിക്കുവാൻ കഴിയാതിരുന്ന, കാൽ നന്നായി തറയിലൂന്നി നടക്കുവാൻ കഴിയാതിരുന്ന, അസഹ്യമായ ശരീരത്തെ വലിച്ചു മുറുക്കുന്ന ആ ഒരു അനുഭവം എൻ്റെ മേൽ ഉണ്ടായിരുന്നത് ആ ആഭിചാര പ്രവൃത്തിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. കാരണം ആഭിചാര പ്രവൃത്തി ചെയ്ത് കൊണ്ടുവച്ച കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതും കൊണ്ടുചെന്ന് നശിപ്പിച്ചു കളഞ്ഞതും ഞങ്ങളുടെ വീടിന്റെ ജോലി കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന രവി എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടെടുത്തിട്ട് വീടിന്റെ പരിസരത്തും അവിടെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കുന്നത്, മുറിക്കകത്തു നിന്ന് വന്ന് എടുക്കുന്നത്, ഇതൊക്കെ എടുത്തത് ആ സഹോദരൻ പറഞ്ഞു, ഇതൊരിക്കലും നല്ലതല്ല, ഇത് ക്ഷുദ്രപ്രയോഗം നടത്തി കൊണ്ടുവച്ചിരിക്കുന്നതിന്റെ അവശിഷ്ടങ്ങളാണെന്ന് ഞങ്ങളുടെ അമ്മയെയും വീട്ടിലുള്ളവരെയും ബോധ്യപ്പെടുത്തി ഇതെല്ലാം കൊണ്ടുചെന്ന് കളഞ്ഞിരുന്നത് രവിചേട്ടന്. അദ്ദേഹം ഇന്നും ജീവനോടെയുണ്ട്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവശക്തി എന്റെ മേൽ ഇറങ്ങി. എന്റെ മേലുണ്ടായിരുന്ന ആഭിചാരത്തിന്റെ ശക്തിയെ, ആഭിചാരത്തിന്റെ ബന്ധനത്തെ കർത്താവ് അതിനെ കരിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. സ്തോത്രം. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ അടൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഡോക്ടറെ കാണാൻ പോകാൻ നിന്ന എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. എനിക്ക് സംസാരിക്കാം, നന്നായി സംസാരിക്കാം. എന്റെ കാതുകൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്റെ കണ്ണുകൾക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് നടക്കുന്നതിന്, നിൽക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്ന് എന്റെ ശരീരം സ്വതന്ത്രമായി എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു സ്വതന്ത്രമാകുന്ന അവസ്ഥ. ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടുപോയതുപോലെയുള്ള ഒരു അനുഭവം ഞാൻ തിരിച്ച്
താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെ വന്നു. അമ്മയോട് പറഞ്ഞു, വീട്ടിലത് മനസ്സിലായി. അത്ഭുതകരമാർന്നൊരു സൗഖ്യത്തിന് ഞാൻ സ്വതന്ത്രമായി, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ പറഞ്ഞു. അപ്പോഴേക്ക് സംഭവിച്ചത് അടയാളങ്ങൾ, അടുത്ത ദിവസവും അടയാളമുണ്ടായി. എന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നത് 10 അരിമ്പാറയ റൈസ് റബിൾസ് എന്നൊക്കെ പറയുന്ന പോലെ ഈ വലത് കൈയിൽ ഉണ്ടായിരുന്ന 10 എണ്ണമാണ്. ഇത് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറോട് എന്നോട് പറഞ്ഞത് ഇത് കരിച്ചു കളയാൻ പറ്റും, ചെത്തിക്കളയാൻ പറ്റും, പക്ഷെ ഒരു കാര്യമായി ഇത് വീണ്ടും ഉണ്ടാകുന്നതാണ്. എനിക്ക് എന്റെ കൈ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ താമസമായതുകൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ പോലും എനിക്ക് കഴിയാത്ത വിധത്തിൽ എന്റെ കരം, ഈ 2 വിരൽ മുഖേന എന്റെ വലതുകരം വളരെ വേദനയിലായി. ആദ്യത്തെ അനുഭവത്തിന് ശേഷം 2ാമത്തെ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, എന്റെ വലതുകരം എനിക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഉണ്ടാകുമെന്ന് ഡോക്ടറുടെ നിർദ്ദേശമുണ്ട്. അതുകൂടാതെ ഞാൻ കെമിക്കൽ പ്ലാന്റ് പഠിച്ചുകൊണ്ടിരുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്ലാന്റാണ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ H2SO4 ഉണ്ടാകുന്നതിന് മുൻപ് അത് H2S2O7 ഗാഢ സൾഫ്യൂരിക് ആസിഡാണ് ഉണ്ടാകുന്നത്. ആ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഞാൻ എടുത്ത് ഇതിന്റെ കോൺസെൻട്രേഷൻ നോക്കാനായിട്ട് കൊടുത്തു വിടുന്നതിന് മുൻപ് ആ സമയത്ത് അതിൽ നിന്ന് എടുത്ത് ഞാൻ എന്റെ വിരലിലേക്ക് ഒഴിച്ചപ്പോൾ അരിമാവ് ഒഴുകി പോകുന്നത് പോലെ കുറച്ച് ഉരുകി ഒഴിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ വരെ ഞാൻ ചെയ്തു നോക്കിയ ഇതാണ്. ഒരുപക്ഷെ ആളുകൾക്ക് അതിശയമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് അരിമ്പാറ പോക്കിയ ദൈവമോ എന്നൊക്കെ ഒരുപക്ഷെ അവർ ചോദിക്കും. പ്രിയമുള്ളവരെ, വലതുകരം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ കഴിയാതിരുന്ന എന്റെ മേൽ ഇങ്ങനെ ഈ സൾഫ്യൂരിക് ആസിഡ് പോലും ഉപയോഗിച്ചിട്ട് കുറെ ഇവിടെ നിന്ന് ഉരുകി പോയതല്ലാതെ അത് വീണ്ടും എന്റെ ഉണ്ടായിരുന്നു. എന്റെ സഹോദരന് സഹോദരിക്ക് നല്ല സാക്ഷ്യമാണ്. ഒന്ന് കൈ കൊടുത്താൽ പോലും അയ്യോ എന്റെ പ്രൈസ് ദി ലോർഡ് എന്ന് ആരെങ്കിലും പാസ്റ്റർമാർ എന്റെ കയ്യിൽ പിടിച്ചാൽ, ഞാൻ പുറമേ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ എന്ന് പറഞ്ഞാലും ഞാൻ അകത്ത് പറയുന്നത് അയ്യോ എന്റെ കയ്യെന്നാ ഞാൻ പറയും. കാരണം അത്രമേൽ വേദന ഉണ്ടായിരുന്നു. ചില പാസ്റ്റർമാര് കയ്യെ പിടിച്ചാൽ ശരിക്കും മുറുകെ പിടിക്കുകയും ചെയ്യും. അത് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പിടിത്തവും ഉണ്ടാവും. പ്രാർത്ഥിച്ചു 3 ദിവസം കഴിഞ്ഞു. എപ്പോൾ പോയി എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. എന്റെ വലതുകരത്തിൽ ഉണ്ടായിരുന്ന ഈ അനുഭവം പൂർണ്ണമായി ഒരടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ വ്യക്തിപരമായി എനിക്കറിയാം, എന്റെ സഹോദരനറിയാം, എന്റെ സഹോദരിക്കറിയാം. 1.5 വർഷമായി എന്റെ കരം വേണ്ട വിധത്തിൽ ബലത്തോടെ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന എന്റെ കരത്തിൽ 2ാമത്തെ അടയാളമായി അത് പൂർണ്ണ സൗഖ്യം എനിക്കുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഞാൻ പലപ്പോഴും വലത്തെ കൈ ആണെന്ന് മറന്നിട്ട് പലപ്പോഴും എന്റെ ഇടത്തെ കൈ കാണിക്കാറുണ്ട്. അത്രമേൽ ഒരടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ എനിക്ക് അടയാളമുണ്ടായി. ഇതൂടെ വന്നപ്പോഴേക്കും ഞാൻ ആ സമയത്ത് കരിസ്മാറ്റിക്കിന്റെ സമയമാണ്. ഞങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ ആ സമയത്ത് ഇരിക്കുന്നത് ആന്റണി പടമാടൻ എന്ന് പറഞ്ഞ അച്ഛനോട് ഞാൻ പോയി പള്ളിയിൽ പോയി ഈ വിവരമൊക്കെ പറഞ്ഞു. അച്ഛോ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അതിനു മുമ്പ് തന്നെ നമ്മള് ഗുജറാത്തിൽ സ്നാനപ്പെട്ടു അല്ലേ? ഇല്ല, ഇതിന് ശേഷമാണ് ഞാൻ 95 കാത്തലിക് അച്ഛന്റെ അടുക്കൽ ചെന്നു. അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുറച്ചുകൂടെ കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ച പോട്ടയിൽ ധ്യാനത്തിനൊക്കെ പോകാൻ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പോട്ടയിൽ ധ്യാനത്തിനൊക്കെ പോയി. അപ്പൊ ധ്യാനത്തിന് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോഴും എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകുമായിരുന്നു. രാത്രി പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും എന്റെ മുകളിലേക്ക് ഈ ദൈവശക്തി ഇറങ്ങി വന്ന് ഭയങ്കര വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോഴേക്ക് എന്നെ പിടിച്ചുകൊണ്ട് ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോ ഞാൻ ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതായതുകൊണ്ട് അവിടെ കൊണ്ടുചെന്നപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, വല്ല ഡ്രഗ് അഡിക്റ്റോ മറ്റോ ആണോ എന്നൊരു സംശയം പലർക്കും അന്നേരം തോന്നിയിരുന്നു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു. അച്ഛൻ പറഞ്ഞു, സുനിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ദൈവവേലയുടെ ഭാഗമായി ചേരാനായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു. അങ്ങനെ 2.5 മാസത്തിന് ശേഷം, ഈ സൗഖ്യത്തിന് 2.5 മാസത്തിന് ശേഷം തിരിച്ച് ഞാൻ ഗുജറാത്തിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കൂട്ടം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ദൈവികമായ അല്ലെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആണല്ലോ ട്രെയിനിൽ നടക്കുന്നത് കരുതി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് മണക്കാല കൺവെൻഷന് ശേഷം യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരാ. ഞാൻ അവിടെ മണക്കാലായി വന്നവരാ കൺവെൻഷന് വേണ്ടി വന്നിട്ട് തിരികെ പോകുന്നവരാ. അപ്പൊ പാട്ടും പ്രാർത്ഥനയും കേട്ടപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചു, അവരെ അടുത്ത് പോയി പരിചയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വല്ലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസനാണ് ബാബു ശാമുൽ പാസ്റ്റർ. അദ്ദേഹം അഹമ്മദാബാദ് പാസ്റ്ററായിരുന്നു.
അപ്പൊ അവിടെയുള്ള ഏരിയയുടെ ചുമതലകളൊക്കെ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ പരിചയപ്പെടാനിടയായി തീർന്നു. ഉടനെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവത്തെ കുറിച്ചും കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ പാസ്റ്റർ ഈ ദൈവവചനം സംസാരിക്കുകയും യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാനുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയതും അത് ഏറ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പൊ രക്ഷയുടെ ആ ഒരു പൂർത്തീകരണം എന്താണെന്ന് വ്യക്തമായി ആ ട്രെയിൻ യാത്രയിലാണ് ബാബു ശാമുൽ പാസ്റ്ററാണ് അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ തിരിച്ച് ഞാന് പോയി പഠിക്കുന്ന സ്ഥലത്ത് പോയി ഇറങ്ങി. ബാബു പാസ്റ്ററൊക്കെ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു. അവർ അഹമ്മദാബാദിൽ ഇറങ്ങി. അപ്പോൾ വീണ്ടും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ഉണ്ടായി. രക്ഷയുടെ അനുഭവം കഴിഞ്ഞ് അല്ലെങ്കിൽ എനിക്കൊരു ഉള്ളിലൊരു പ്രേരണയായി തോന്നി, എനിക്ക് ജലസ്നാനം സ്വീകരിക്കണം എന്ന് ഹൃദയത്തിൽ വല്ലാത്ത താല്പര്യം എനിക്കുണ്ടായി. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പെട്ടെന്ന് സ്നാനം എന്നുള്ള വിഷയത്തെ കുറിച്ച് ചിന്തയുണ്ടാകുവാനും ഹൃദയത്തിൽ പ്രേരണ ശക്തമായിട്ടുണ്ടാകുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രെയിൻ യാത്രയിൽ ഇപ്പൊ നന്നായി പരിചയപ്പെട്ട, എനിക്ക് രക്ഷാനിർണയത്തിന്റെ കാര്യങ്ങൾ എന്നെ നന്നായി ബോധ്യപ്പെടുത്തിയ ബാബു ശാമുൽ പാസ്റ്ററിനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പാസ്റ്ററെ കോൺടാക്ട് ചെയ്തു. പാസ്റ്റർ ഉടനെ പറഞ്ഞു, സുനിൽ എത്രയും പെട്ടെന്ന് ഇനി സബർമതിയിലേക്ക് വരിക, ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു, വരാനായിട്ട് പറഞ്ഞു. എനിക്ക് അത്ര യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് കാര്യങ്ങൾ ആ പ്രദേശത്തേക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിലും ഞാൻ ധൈര്യത്തോടെ വൈകിയ സമയം ട്രെയിനിൽ കയറി സബർമതി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു. സബർമതിയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചാണ് സബർമതി, അഹമ്മദാബാദ് സബർമതി ചർച്ചില്. അപ്പോൾ 3 ദിവസം അവിടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു പാസ്റ്ററോട് വിവരം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു ഹൃദയത്തിൽ ഒരു പ്രേരണ ഉണ്ടായിട്ട് വന്നതാണ്, അത് ദൈവം എന്നോട് സംസാരിച്ചതാണെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അഹമ്മദാബാദ് സബർമതി ചർച്ച്, അവിടെയുള്ള എല്ലാ സഹോദരങ്ങളും 1995 മാർച്ച് 5-നാണ് എന്നെ സബർമതി നദിയിൽ കൊണ്ടുപോയി നമ്മുടെ ആശ്രമം ഉള്ള മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഉള്ള ആശ്രമം ഉള്ള ആ സബർമതിയിൽ കൊണ്ടുപോയി എന്നെ സ്നാനപ്പെടുത്തുവാനിടയാണ്. ആ സഭ എന്നോട് വലിയ ഒരു നന്മയും സഹകരണവുമാണ് ആ പ്രിയ ദൈവസഭയും ദൈവദാസനും എന്നോട് കാണിച്ചത്. എനിക്കിതിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയാതിരുന്ന സമയത്ത് അതിനെപ്പറ്റിയൊക്കെ സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. ഞാൻ അങ്ങനെ സന്തോഷത്തോടെ ആ സ്നാനം സ്വീകരിക്കുവാനിടയായി. ഒരാഴ്ചയോളം ആ ദൈവസഭയിൽ സബർമതിയിൽ കൂട്ടായ്മ ആചരിച്ചതിന് ശേഷമാണ് തിരികെ പഠനത്തിന് വേണ്ടിയിട്ട് വെരാവൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചെന്ന് ജനുവരി മാസം 95-ാം വർഷം 22-ാം തീയതിയാണ് പെട്ടെന്ന് പാട്ട് പാടാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പാട്ട് പാടണം, പാട്ടുകാരനാകണമെന്ന്. പക്ഷെ പല സന്ദർഭങ്ങളിലും എനിക്ക് അല്പം സൈനസിന്റെ പ്രശ്നങ്ങൾ, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വേണ്ടതുപോലൊരു പാട്ടുകാരനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, പാട്ട് പാടണമെന്നും നിനക്കായി നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഒരു പാട്ടുകാരനാകാൻ കഴിഞ്ഞില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞു ദൈവത്തോട് സങ്കടങ്ങൾ ആ ഇരയ്ക്കുന്ന മോട്ടറുകളും ആ പ്ലാന്റിനകത്തിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ അടുത്ത് വേറെ ഹബീബ് ഖാൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ അവിടെ ഇരിപ്പുണ്ടോ, ഞങ്ങളുടെ മെയിൻ ഓപ്പറേറ്റർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഓപ്പറേറ്റർ. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഞാനിങ്ങനെ ആരോടോ എന്തൊക്കെയോ സംസാരിക്കുന്നു. പെട്ടെന്ന് ഞാൻ അലറി കരയുന്നു, സങ്കടം സഹിക്കാൻ വയ്യാതെ ദൈവത്തോട് കരയുന്നു. പെട്ടെന്ന് എന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. ഞാൻ പെട്ടെന്ന് വെളിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് പോലെ പോയി ഇരയ്ക്കുന്ന മോട്ടറുകളുടെ നടുവിലിരുന്ന്, ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാ. എന്നെ ആരോ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്ന് പാടാൻ തുടങ്ങുക, കരയുകയാണ്, പാടുകയാണ്. കരച്ചിൽ മാറി പാട്ട് ശ്രദ്ധിച്ചപ്പോൾ വീണ്ടും പാടിയതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ കേട്ടതല്ല, ഞാൻ പാടിയിട്ടുള്ളതല്ല, ജീവിതത്തിന്റെ അനുഭവങ്ങൾ പോലെ പുതിയ 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 വരികൾ. അന്ന് എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. ദൈവശക്തി എന്റെ മേൽ വന്ന് ഞാൻ കേട്ടിട്ടില്ലാത്ത, എന്റെ ജീവിതത്തിലെ പാടിയിട്ടില്ലാത്ത വരികളൊക്കെ ഞാൻ പാടുവാൻ തുടങ്ങി. 3ാമത്തെ അനുഭവം എന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ അവിടെവിടങ്ങളിലൊക്കെ പാടാനായിട്ട് തുടങ്ങി. ഓരോരുത്തര് കേട്ടിട്ട് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അന്ന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു പാട്ട് വരുന്നു, എന്താണെന്ന് എനിക്ക് അറിയയില്ല എന്ന് പറഞ്ഞു. അപ്പോ കൊല്ലം തീരദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെ എന്നെ പിടിച്ചിരുത്തി പാട്ട് കേൾക്കും.
അവർക്കും അതിശയം, ഇതെങ്ങനെയാ പാടുന്നത്, ഇതുവരെ കേട്ടിട്ടുള്ള വരികളല്ലല്ലോ, ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അവർ ചോദിച്ചിട്ട് അവരും അതിശയപ്പെടുന്നുണ്ട്. അപ്പോഴും എനിക്കിത് എന്താണ് സംഭവിക്കുക, അന്ന് ഇങ്ങനെ കുറച്ചു നേരം വീണ്ടും പാടും. 36 ഒരു പ്രാവശ്യം ഇഷ്ടമുള്ള ഒരു പാട്ടാണ് വന്ദന വേശുവര, നിനക്കൊന്നും വന്ദന വേശുവര എന്നൊക്കെ ഉണ്ട്. ഈ പാട്ടൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനോട് ചേർന്നങ്ങ് പാടുക. ഏകദേശം 9 സ്റ്റാൻസ ഉള്ള ഒരു വന്ദന വേശുവര എന്ന പാട്ടിന്റെ രീതിയിൽ തുടർച്ചയായിട്ട് പാടുക. 36 വരികളൊക്കെ അങ്ങ് പാടുകയാണ്. വിങ്ങിക്കരഞ്ഞുപോയി വിഷാദത്തിൽ അന്ധനായി താഴ്ന്നുപോയി, വിങ്ങിക്കരഞ്ഞുപോയി വിഷാദത്തിൽ അന്ധനായി താഴ്ന്നുപോയി, വിശ്വസിച്ചനുദപിച്ചു വിശ്വത്തിൻ രക്ഷകനെയും കണ്ടു, വിശ്വസിച്ചനുദപിച്ചു വിശ്വത്തിൻ രക്ഷകനെയും കണ്ടു, എന്നെ തിരഞ്ഞെടുപ്പാൻ അവനിൽ എന്തു യോഗ്യനാണു ഞാൻ, അൻപുള്ള നായകനെ അറിവോടെ എന്നെ നയിച്ചിടണേ, അൻപുള്ള നായകനെ അറിവോടെ എന്നെ നയിച്ചിടണേ. ഇതൊക്കെ ആ വന്ദന വേശുവര എന്നുള്ള പാട്ടിന്റെ രീതിയിൽ അവിടെ നിന്ന് അങ്ങ് പാടുകയാ. ആ വന്ദന വേശുവര എന്നുള്ള പാട്ട് ഓർത്ത് കഴിയുമ്പം പിന്നെ ഞാൻ പാടുന്നത് എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അതിനോട് ചേർന്ന് ആ ട്യൂണിൽ അങ്ങ് പാടുന്നത്. എനിക്ക് അത്ഭുതമായി, അതിശയമായി. അന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാഹചര്യമില്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും ഞാൻ ഈ 36 വരികളും ഓർത്ത് വീട്ടിൽ ചെന്ന് താമസിക്കുന്നിടത്ത് ചെന്ന് ഞാനത് കുറിച്ചിടുവാൻ ഇടയായി തീർന്നു. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. ഇതെങ്ങനെ ഞാൻ ഈ 36 വരികളും ആദ്യമായി എങ്ങനെ ഇത് എഴുതി, അതിശയമാണ്. മറ്റൊരിക്കല് എന്റെ വീടിന്റെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, വീടിന്റെ മേൽക്കൂര ആസ്പെറ്റോ ഷീറ്റ് ആയിരുന്നു ഹാളിനുള്ളത്. ഷീറ്റ് മാറ്റി കോൺക്രീറ്റ് ചെയ്ത സമയത്ത് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കാനായിട്ട് എന്റെ ഫാദർ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ മുകളിൽ ചെന്ന് താഴേക്ക് നോക്കിയപ്പോൾ അല്പം ഉയർച്ച തോന്നി. അപ്പൊ കെട്ടിടങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ശ്രദ്ധിച്ചപ്പോഴേക്ക് ഞാൻ അവിടെ ഇരുന്ന് പെട്ടെന്ന് ഓർത്തുപോയത് സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയ ആശ്വാസമേ എനിക്ക് ഏറെ തിങ്ങിടുന്നു എന്നുള്ള ഗാനമാണ്. പെട്ടെന്ന് മനസ്സിലാട്ടു. തുടർന്ന് ഞാൻ പിന്നെ അതിന്റെ വരികൾ പാടുന്നത്, കൊട്ടാരത്തിലൊന്നും നോട്ടമെനിക്കില്ല, കൊട്ടിയിലും സ്തുതിച്ചിടാമങ്ങേ, കൊട്ടാരത്തിലൊന്നും നോട്ടമെനിക്കില്ല, കൊട്ടിയിലും സ്തുതിച്ചിടാമങ്ങേ, പട്ടിണിയിൽ പോലും നട്ടം തിരിഞ്ഞാലും കൊട്ടി ഘോഷിക്കും ഞാൻ കർത്താങ്ങേ, പട്ടിണിയിൽ പോലും നട്ടം തിരിഞ്ഞാലും കൊട്ടി ഘോഷിക്കും ഞാൻ കർത്താങ്ങേ. സ്തോത്രം. അങ്ങനെ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയ പാട്ടൊന്ന് ഓർത്തതേ ഉള്ളൂ. അതുപോലെ ഒരു 3-4 സ്റ്റാൻസയിലുള്ള പാട്ട് വെള്ളമൊഴിക്കുവാൻ കോൺക്രീറ്റിന്റെ മുകളിൽ കയറിയ ഞാന് വീടിന്റെ മുകളിൽ നിന്ന് ഈ പാട്ട് പാടുവാൻ ഇടയായിപ്പോയി. അങ്ങനെയാണ് എനിക്ക് ഈ പാട്ടിന്റെ അനുഭവം വന്നെന്ന് ഞാൻ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒരു ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ നന്നായി പാടുവാനോ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത എന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ പാടിയ പാട്ട് കേട്ടു. കർത്താവ് നൽകിയ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം നിങ്ങൾ പാടി ആരാധിച്ചു. അതിന്റെ പിന്നിൽ ഒരു ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ നന്നായി പാടുവാനോ പ്രാപ്തിയില്ലാത്ത ഒരാളുടെ മേൽ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് ആ മനുഷ്യൻ പാടിയതാണെന്ന് നിങ്ങൾ ഇന്ന് ഈ യാഥാർത്ഥ്യം, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ പലരും തള്ളിക്കളഞ്ഞവരുണ്ടാകും. ഒന്നിനും കൊള്ളുകയില്ല എന്ന് കരുതി ഉപേക്ഷിച്ച സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ളവരും എന്റെ സാക്ഷ്യം, ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാകും. തള്ളിക്കളഞ്ഞ, ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.
എഴുതുവാൻ പ്രാപ്തിയില്ലാത്ത, സംഗീതം ചെയ്യുവാൻ യാതൊരു കഴിവുമില്ലാത്ത, ഒരു ഗാനം നന്നായി പാടുവാൻ പ്രാപ്തിയില്ലാത്ത എന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നത് മുഖേന ആള് മാറിയവളെ പോലെ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ആ ദൈവം ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഉദ്ധാരണങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ. അത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് വെളിപ്പെട്ട് ഈ ദിവസങ്ങളിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പാട്ടിന്റെ അനുഭവം വന്നതോടുകൂടി അച്ഛന്റെ വാക്ക് മാനിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ മൂന്നാമത്തെ അടയാളം എന്റെ ജീവിതത്തിൽ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വീണ്ടും വരുവാൻ തീരുമാനമെടുക്കുവാനുള്ളൊരു കാരണം എന്റെ മാതാവ് ആ സമയത്ത് അയച്ച കത്താണ്. അമ്മ അയച്ച കത്ത് വായിച്ചപ്പോൾ ഇങ്ങനെയാ സംഭവിച്ചത്: മോനെ, നമ്മൾ ആരും അറിഞ്ഞില്ല, നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഇപ്പോഴൊരു കാര്യം നിനക്ക് കേൾക്കണമോ? ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് റോഡിൽ വെച്ച് ഒരു സഹോദരി വന്ന് ഞങ്ങളോട് പറഞ്ഞു, കോശി, നിന്റെ മോനെ കൊല്ലുവാൻ ഞങ്ങൾ ആവുന്ന പണിയെല്ലാം ചെയ്തു. എന്റെ അപ്പനും അമ്മയും പള്ളിയിലേക്ക് രാവിലെ പോയ സമയത്ത് റോഡിൽ വെച്ച് കണ്ട എന്റെ അപ്പനോടും അമ്മയോടും കാലിൽ വീണ് ക്ഷമ ചോദിച്ചു. നിന്റെ മകനെ കൊല്ലുവാൻ ഞങ്ങൾ ആകുന്നത് പരിശ്രമിച്ചു, സകല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. ഞങ്ങൾ ചെയ്തതിനോട് എന്നോട് ക്ഷമിക്കണമെന്ന് ആ സഹോദരി റോഡിൽ വെച്ച്, കായംകുളം പുനലൂർ റോഡിൽ വെച്ച് പരസ്യമായി മാപ്പ് ചോദിച്ചു. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ. എന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ എന്റെ വീട്ടിലുണ്ട്. ഇന്നലത്തെ ദിവസവും എന്നോട് അത് പറഞ്ഞു. പരസ്യമായി അവർ ക്ഷമ ചോദിച്ചു. ഈ വിവരം കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ കേൾക്കണമോ? മന്ത്രവാദി പറഞ്ഞതിനനുസരിച്ച് ആ വിചാരക്രിയയിൽ ഏകദേശം അതിന്റെ എണ്ണം ഞാൻ പറയുന്നില്ല, ചെയ്ത പ്രവൃത്തിയെ പറ്റി പറയുന്നില്ല, സഹായത്തിനായി കൊടുത്ത പുരുഷൻ മറ്റാരുമായിരുന്നില്ല. മകൻ മരിച്ച മാതാവ് മന്ത്രവാദിയെ സഹായിക്കുവാൻ ഈ ആഭിചാര കർമ്മത്തിൽ സഹായിയായി കൊടുത്തത് തന്റെ മൂത്ത മരുമകനെയാ കൊടുത്തത്. ആ സഹോദരൻ എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് അസ്വസ്ഥനായി, അസുഖബാധിതനായി നിമിഷ നേരം കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിൽ ആ മാതാവിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ച ആ മാതാവിന് തന്നെ കാണുവാൻ ഇടയായെന്നുള്ള വാർത്ത ഈ കത്തിൽ രേഖപ്പെടുത്തി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് എനിക്ക് വിടുതലുണ്ടായത്? ഈ സംഭവങ്ങൾ, ഇത്രയും നടന്ന സംഭവങ്ങൾ 2004 സെപ്റ്റംബർ മാസം, 2000 മുതൽ 2004 അവസാനം വരെയും 2005 വരെയും മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാറാടിക്കടുത്ത് ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എബനേസർ മിഷൻ ചർച്ചിൽ ആ സഭയുടെ ശുശ്രൂഷകനായി ഞാൻ പാർക്കുന്ന സമയത്താണ് 21 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന സഭയിൽ ക്രമീകരിച്ചു. രണ്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കായി പോകുവാൻ തയ്യാറായി നിൽക്കുന്ന രാവിലെ സമയം 9:30 ആയി. ഞാൻ ആ സമയം ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു: കർത്താവേ, ഇനി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ മറ്റ് ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്ത് പ്രാപിക്കുമെന്ന് ഞാൻ മറ്റുള്ളവരോട് ഉത്തരം പറയേണ്ടതിന് ഇനി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ചോദിച്ച ആ സമയത്ത് എന്റെ നേരെ ക്ഷോഭിക്കുന്ന ഒരു ശബ്ദം പോലെയാണ് എനിക്ക് കേട്ടത്. ഞാൻ നിനക്ക് ചെയ്ത നന്മയൊന്നും നീ ഓർക്കുന്നില്ലയോ? നിന്റെ നേരെ പാളയം ഇറങ്ങിയവന്റെ അസ്ഥികളെ ഞാൻ ചിതറിച്ചുവല്ലോ എന്നുള്ള ദൈവവചനം എന്റെ കാതിൽ മുഴങ്ങി കേൾക്കുവാനിടയായി. ആ സെക്കൻഡിലാണ് ഞാൻ ഈ ഇത്രയും നടന്ന സംഭവങ്ങൾ, ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് എനിക്ക് ഓർത്തെടുക്കുവാൻ കഴിഞ്ഞ് തീർന്നതും എന്റെ തലയുടെ മുകളിൽ അതിശക്തമായ വൈദ്യുത പ്രവാഹം പോലെ എന്റെ ശരീരം മുഴുവൻ നിറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പാടിപ്പോയി: അഗ്നിനാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ, എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ, എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി
വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. ഒന്നിച്ചു നാം അർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. ഹല്ലേലൂയ. ഒരു ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ പാടുവാനോ പ്രാപ്തിയില്ലാത്ത എന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം വന്ന് ഞാൻ ഈ വരികൾ പാടുവാനിടയായി. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് 2 രൂപയ്ക്ക് 5 റീഫില്ല് കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു അവിടെ. അതിൽ ഒരു റീഫിൽ എടുത്ത് ആദ്യം ഈ പേപ്പറിൽ എഴുതി. ഞാൻ ഈ പാട്ട് ഇത് പൂർണ്ണമായി പാടിയതിന്റെ കാരണം ഈ പാട്ടിന്റെ വരികൾ പലയിടങ്ങളിൽ പല വ്യക്തികളും തിരുത്തി 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 എനിക്കിപ്പോ എങ്ങും ചെന്നാൽ പാടാൻ പറ്റാത്തൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഞാനത് ചിന്തിച്ചു കേട്ടോ. ഇങ്ങനല്ലല്ലോ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്കറിയാം, കാരണം നമ്മളാണല്ലോ ആ പാട്ടിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ സങ്കടം ഉണ്ടാകും അല്ലേ? അങ്ങനെ തിരുത്തപ്പെടുമ്പോൾ സങ്കടമുണ്ടാകും. അത് ഈ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ പാട്ട് പാടേണ്ടത്. ഇതിന് ഇടയ്ക്കെങ്ങും ഒരു ഉടക്കില്ല, ഒരു തട്ടോ മുട്ടോ ഒരു വരികളിൽ ഒന്നുമില്ല. ഉദാഹരണത്തിന് അതിന്റെ എരിഹോ മതിലുകൾ, എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. എല്ലാം ചില്ലക്ഷരങ്ങളാ വരുന്നത്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. അത് കുഴപ്പമില്ല, കർത്താവേ എന്ന് പറയുന്നതിനും കുഴപ്പമില്ല. പക്ഷേ അതിന്റെ ആ വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കർത്താവിൽ ആണെന്ന്. എന്നെ ഒത്തിരി സഹായിച്ച, എടുത്തു പറയേണ്ടതായ ഒരു വ്യക്തിയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ആ ഗാനം പല കോൺഫറൻസുകളിലും ആ ഗാനത്തിന്റെ ശരിയായ വരികൾ കൃത്യമായി എഴുതി കൊടുത്ത പാടിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ അച്ചായനാണ്. അദ്ദേഹത്തെ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ എന്ന ഗാനത്തിന്റെ രചയിതാവായ പന്തളം കാരക്കാട് സ്വദേശിയായ മോഹൻ കാഞ്ഞിരമണിൽ അച്ചായനാണ്. അച്ചായന്റെ സഭയിലാണ് എൻ്റെ വൈഫും കുടുംബവും ഒക്കെ ഉള്ളത്. ആ അച്ചായനാണ് ഇതിന്റെ വരികളൊക്കെ തിരുത്തി അമേരിക്കൻ ദേശത്ത് അതിന്റെ വരികൾ കറക്റ്റായി ചെയ്യുവാൻ എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ അച്ചായൻ ഒരു കോൺഫറൻസിനാണെന്ന് തോന്നുന്നു അതെല്ലാം തിരുത്തി കറക്റ്റ് ആക്കി മറ്റിടങ്ങളിലേക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ഒത്തിരി നന്ദി ഞാൻ ഈ സമയത്ത് അച്ചായനോട് അറിയിക്കുന്നു. അങ്ങനെ ഈ പാട്ട് പറന്ന് പോയി. പക്ഷെ പാട്ട് കർത്താവ് തന്നു.
ആദ്യമായി അത് മൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടുകുളത്തിനും മണ്ണത്തൂരിനും ഇടയിലുള്ള ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ ദൈവസഭയിൽ പാടി. അപ്പൊ ആ കൂട്ടായ്മയിൽ WME സഭയിലുള്ള ഒരു ദൈവദാസനും പൗലോസ് അവറുകളും കുടുംബവും ആരാധനയിൽ മിക്കവാറും സംബന്ധിക്കുന്നത് കൊണ്ട് കരിയംപ്ലാവ് കൺവെൻഷന് അവര് പോയപ്പോൾ ഈ സഹോദരിമാര് കൺവെൻഷനിൽ ലേഡീസ് മീറ്റിംഗിൽ ഈ പാട്ട് പാടിയത് മുഖാന്തരം ആ പ്രദേശത്തു നിന്നും ഈ പാട്ട് എങ്ങനെയൊക്കെ വെളിയിലേക്ക് വരുവാനിടയായി. കുറവലങ്ങാടിനടുത്ത് ഞീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാസയോഗം ഉണ്ടായപ്പോൾ ഞാനും കുടുംബവും അവിടേക്ക് പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ പാട്ട് ദൈവജനത്തിനായി കൊടുക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ ദൈവം പ്രേരണ തന്നതുകൊണ്ട് കൂത്താട്ടുകുളം ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന ഒരു ബേക്കറിയുടെ മുൻപിൽ ഇരുന്ന് ആ കട അന്ന് രാവിലെ സമയം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വൈഫിനോട് പറഞ്ഞു, പേപ്പറിൽ അത് എഴുത്, 4 എഴുത്, കട തുറന്ന് വരുന്നതും വരെ മറ്റൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് കീറി അവിടെ കൊണ്ടുവന്ന ഞീഴൂരിൽ ഒരു ദൈവദാസന്റെ വീട്ടിൽ നടന്ന മാസയോഗത്തിലാണ് ആ പാട്ട് അവിടെ വെച്ച് പാടി. പിന്നെ ചെല്ലുന്നിടത്തെല്ലാം ഈ പാട്ട് ഷീറ്റ് കൊടുക്കുമായിരുന്നു. എഴുതിയെടുക്കുന്നവരുടെ പാട്ട് ഷീറ്റോ ആ ഷീറ്റിൽ നിന്ന് ഒരുപക്ഷെ അതിൽ ഞാൻ പേരെഴുതിയിട്ടുണ്ടായിരുന്നു, ഫോൺ നമ്പരും കാണുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പകർത്തി മറ്റാരൊക്കെയോ എഴുതിയെടുത്തതോ വേറെ ആരൊക്കെയോ പഠിച്ച് പോയി പാടിയതോ ആയിരിക്കാം. പാട്ട് ഒരു വഴിക്കൂടെ പല വഴിക്കൂടെ പാട്ട് ഇത് പറന്നുപോയി. സഭാ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ തൽക്കാലത്തേക്ക് മാറി നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ പാട്ട് ഒരു വഴിക്ക് സഞ്ചരിക്കുന്നതും ഞാൻ മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുന്നതും ദൈവം അറിഞ്ഞു. പാട്ട് പലയിടങ്ങളിൽ പോയി പാടുമ്പോഴും ഞാൻ അറിയുന്നില്ല ഈ പാട്ട് ഇത്രമേൽ ദൈവജനങ്ങൾ വിദേശത്ത് നിന്ന് പാടി അത് സ്വദേശത്തേക്ക് വന്ന് ദൈവജനങ്ങൾ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാതെ പോയി, ഞാൻ അറിയാതെ പോയി. അങ്ങനെയാണ് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ഈ അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് പരിചയപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അതിനു മുൻപ് ഈ പാട്ട് എഴുതിയത് ഇന്ന ആളാണെന്ന് എൻ്റെ സ്നേഹിതൻ അമേരിക്കയിലുള്ള ജോസ് നയനാൻ മുഖേന നമ്മുടെ സാങ്കുട്ടിച്ചാക്കോ ദൈവദാസൻ, നിലമ്പൂര് ദൈവദാസൻ പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോൾ കോട്ടയത്തെ ഫിലദൽഫിയ ചർച്ചിൽ ഒരു ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ എന്നെ പരിചയപ്പെടുകയും എന്റെ അഭിമുഖം എടുത്ത് അദ്ദേഹം എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആവോളം ശ്രമിച്ച ഒരു ദൈവദാസനാണ് സാങ്കുട്ടിച്ചാക്കോ നിലമ്പൂര്. അതുകൂടാതെ എന്നെ 2017-18 വിദേശത്ത് ഷാർജയിലും ദുബൈയിലും ഒക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുവാൻ ആത്മാർത്ഥത കാണിച്ച എൻ്റെ മറ്റൊരു സ്നേഹിതനാണ് പാസ്റ്റർ ഡോക്ടർ സന്തോഷ് പന്തർ. അങ്ങനെ താല്പര്യം എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായ പല സ്നേഹിതന്മാരുണ്ട്. പക്ഷെ എങ്കിലും എനിക്കൊരു തുടർച്ച കിട്ടാത്തത് കൊണ്ട്, ഒരു അവസരം അല്ലെങ്കിൽ ഒരു വഴി തുറക്കാത്തത് കൊണ്ട്, പല വാതിലുകളും അടയപ്പെട്ടത് കൊണ്ട് ഈ ഗാനത്തിന് പിന്നിലുള്ളത് ആരാണെന്ന് അറിയുവാൻ ഏറെ വൈകിപ്പോയി. പലരും പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴാണ് ശ്രീ മാത്യു സാമുവൽ സാറ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ പല വിഷയങ്ങളിലും സ്വതന്ത്രമാക്കുവാൻ, ദൈവപ്രവൃത്തി കാണുവാൻ മുഖാന്തരമായത് ഈ ഗാനമാണെന്ന് ഞാൻ പിൽക്കാലത്ത് അടുത്ത സമയത്താണ് ഞാൻ അറിയുന്നത്. 2011-12 സമയങ്ങളിൽ മാരാമൺ കൺവെൻഷനിൽ ഈ പാട്ട് പാടി പ്രസിദ്ധമായപ്പോൾ ആ സമയത്ത് തന്നെ മാത്യു സാമുവൽ സാർ അമേരിക്കയിൽ നിന്ന് വിളിച്ച്, അവിടെയാണെന്നാണ് എൻ്റെ ഓർമ്മ, എന്നെ വിളിച്ച് പ്രത്യേക അഭിനന്ദനങ്ങളും വീണ്ടും പ്രോത്സാഹനങ്ങളും ഒക്കെ തന്ന വ്യക്തിയാണ് മാത്യു സാമുവൽ സാർ. അന്ന് ആ അഭിനന്ദനങ്ങളൊക്കെ തന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് എന്നെ ഓർമ്മ വരികയും ഒരുപക്ഷെ അത് ദൈവികമായ ഒരു സന്ദർശനം അദ്ദേഹത്തിന് ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിലുള്ള ഒരാളെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തുവാൻ ഇടയായി. തീർച്ചയായും അതൊരു ദൈവപ്രവൃത്തിയാണ്. ആ വീഡിയോ കണ്ട് എന്നെ അന്വേഷിക്കുകയും എൻ്റെ ഫോണിൽ കൂടി എൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ, എൻ്റെ കുടുംബത്തിന്റെ ക്ഷേമാന്വേഷണങ്ങളും എൻ്റെ ശുശ്രൂഷകളും ചോദിച്ചറിയുകയും എന്നെ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന അത് സഭാ വിഭാഗമന്യേ, അതെടുത്ത് ഒന്നുകൂടെ ഞാൻ പറയുന്നു, സഭാ വിഭാഗ വ്യത്യാസമന്യേ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആസാദി ചാനലിലെ പ്രിയ പിന്നിപ്പാസ് മുഖേന ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. ഞാൻ ഈ അവസരം നിങ്ങളോടും നന്ദി പറയുവാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് പ്രിയ പാസ്റ്റർ, ഇങ്ങനെ എനിക്കൊരു അവസരം നൽകിയതിന്. ആദ്യമായി ഈ ചാനൽ കൂടി തന്നെ ആകട്ടെ എന്നെ അന്വേഷിക്കുകയും ഇങ്ങനെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുവാൻ, അതിന് മാത്യു സാമുവൽ സാറിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. Yeah. പാസ്റ്ററെ, അല്പസമയം കൂടി നിൽക്കണേ, കാരണം കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ചോദിക്കാൻ ഓക്കെ വേണ്ടി. ഓക്കെ. എനിക്കറിയാം പാസ്റ്റർ അനുഭവങ്ങൾ ഇനി ഒത്തിരി പറയാനുണ്ട് അല്ലേ? അനുഭവങ്ങളൊന്നും ഓടിച്ചു പറഞ്ഞതേ ഉള്ളൂ. അതെ 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 അതെ, എനിക്കറിയാം. ആ, ആ, ഒന്ന്, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ, അല്ലേ? അങ്ങനെ പാടിയത്, വിശ്വാസത്താൽ മുൻപിൽ വഴികൾ തുറക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പാടി. ഞാൻ വിശ്വസിക്കുകയാണ് അനേകർ ആ പാട്ട് പാടി അടുത്ത നിമിഷങ്ങളിൽ തന്നെ അവരുടെ മുമ്പിൽ വഴികൾ തുറന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അനുഭവം നാലാം നാൾ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നതുപോലെ അല്പം വൈകിയ ദൈവം വന്നത്. പലപ്പോഴും ഈ പാട്ട് നിമിത്തം അനേകർ പാടി വിടുതൽ പ്രാപിച്ചെങ്കിലും നമുക്കുണ്ടാകേണ്ട ബ്രേക്ക് ത്രൂ വരാൻ മാത്യു ഷമൽ സാറിനെ ദൈവം ഉപയോഗിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? അല്പം വൈകി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പാട്ടുകാരൻ്റെ അനുഭവം. അതെ അതെ അതെ, അത് എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷെ അത് വളരെ മധുരകരമായൊരു അനുഭവമാണ്. കാരണം കാത്തിരിപ്പിലൂടെ കിട്ടുന്ന ഒരു നന്മയുടെ മധുരമൊക്കെ ഇപ്പം ശരിക്കും പാസ്റ്റർ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. താമസിച്ച് കിട്ടുന്നതിന്റെ ഒരു മധുരമുണ്ട്, അല്ലേ പാസ്റ്റർ? അതെ അതെ, അത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു, വളരെ അത്ഭുതകരമായിട്ട്. പക്ഷേ ആ സമയം വേദനാജനകമാണ്, ഞെരുക്കമാണ്, നിൽക്കുവാൻ പ്രയാസമാണ് ദൈവം. കാരണം ഞാൻ ഇടപെട്ടോട്ടെ, ശരിക്കും പറഞ്ഞാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് അപ്പോഴാ. ഞാൻ പാടിയ പാട്ടങ്ങനാണെങ്കിലും, അല്ലെ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു, പരീക്ഷിക്കപ്പെടുന്നു. അതെ 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 അതെ, ആ സമയങ്ങൾ പ്രത്യേകിച്ച് ദൈവദാസന്മാർ എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അവർ ചിലപ്പോൾ എന്റെ നേരെ ഉയർത്തിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇത്രയും വലിയ ജനക്കൂട്ടം ആരാധിക്കുന്ന ഗാനം എഴുതിയ നിങ്ങൾ എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലി കണ്ടിട്ട് ചിലപ്പോൾ ചില മരണ വീടുകളിൽ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ ലൈറ്റ് കെട്ടിക്കൊടുക്കേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിവാഹ വീടുകളിൽ ലൈറ്റ് കെട്ടി വെളിച്ചം ജനറേറ്ററൊക്കെ കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. ഫ്യൂണറൽ സർവീസിന് സൗണ്ട് സിസ്റ്റവുമായി പോയി ചെയ്തിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും അഭിമാനമില്ലാത്ത ജോലിയായിട്ടല്ല. ഏറെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടേണ്ടതായ സമയങ്ങൾ പലതും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. ആ സമയം എന്നെ ചിത്രീകരിച്ചത്, സുനിൽ പാസ്റ്റർ ഇപ്പോൾ വിശ്വാസത്തിലൊന്നുമില്ല, പിന്മാറ്റത്തിലാണെന്ന് പരസ്യമായി പറഞ്ഞവർ വരെയുണ്ട്. ആ സമയത്ത് ഞാൻ 70 മുതൽ 80 വരെ കുഞ്ഞുങ്ങളെ കൂട്ടി VBS നടത്തുന്ന ശുശ്രൂഷ വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പലരും അതിന് സാഹചര്യങ്ങളെ ക്രമീകരിച്ച് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്തിന്റെ സ്നേഹിതൻ, അദ്ദേഹം UAE-യിലാണ്, സന്തോഷ് വില്യം എബ്രഹാം, അദ്ദേഹത്തിന്റെ ഭവനം ഇവിടെയുണ്ട്. ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭവനത്തിൽ ഞാൻ കുഞ്ഞുങ്ങളെ സംഘടിപ്പിച്ച് 70 മുതൽ 80 വരെ കുഞ്ഞുങ്ങളെ സംഘടിപ്പിച്ച് VBS-ഉം പ്രാർത്ഥനയും ഒക്കെ നടത്തിയ സന്ദർഭങ്ങൾ എല്ലാ വർഷവും ഉണ്ട്. അത് കുറച്ചുനാളെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, പല പ്രശ്നങ്ങൾ മുഖേന അത് നിന്നുപോയി. ആ സമയത്തും എന്നെ ചിത്രീകരിക്കുന്നത് പിന്മാറ്റക്കാരനെന്നും വിശ്വാസത്തിൽ ഇല്ല എന്നുമാണ്. അത് വേദനാജനകമാണ്. ഇത്രയും വലിയ പാട്ട് എഴുതി ദൈവജനങ്ങൾ ആരാധിക്കുന്ന ദൈവദാസനെ നിങ്ങൾ ഇതുവരെ എന്താ ഇങ്ങനെയെന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പലരും ആ സമയത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് ആ ചോദ്യങ്ങൾ വല്ലാതെ വിഷമപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ അധ്വാനിച്ച് എൻ്റെ കുടുംബം നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് സാക്ഷ്യമില്ലാത്തൊരവസ്ഥയായിപ്പോയത്. ഒരിക്കൽ എൻ്റെ ഭാര്യ വീട്ടിൽ തുണി കഴുകി അടുത്തുള്ള റബ്ബർ തോട്ടത്തിന്റെ മുള്ളുവേലിയിൽ വിരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി അതുവഴി വന്നു. അപ്പൊ ചേച്ചി എൻ്റെ ഭാര്യ സഹോദരിയോട് വിശേഷം തിരക്കിയത്, അപ്പൊ ഞങ്ങൾ സഭാ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണെന്ന് അറിയാം, വേറെ എന്നും വരുമാനമില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ നാൻസിയുടെ ഒരു വിവരം തിരക്കിയതാ. അതുവഴി വന്ന ചേച്ചി ചോദിച്ചു, നാൻസിക്ക് 3 കുഞ്ഞുങ്ങളാ ഇല്ലയോ? അന്നേരം പറഞ്ഞു, ആന്ന് ചേച്ചി. അതിൽ 2 പെണ്ണാ ഇല്ലയോ? അപ്പൊ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാ, സഹോദരിക്ക് 3 കുഞ്ഞുങ്ങളാ, അതിൽ 2 പെണ്ണാ. അപ്പൊ പിന്നെ ഇത് വലുതാകുമ്പോൾ പഠിപ്പിക്കണം, പിന്നെ കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട്
സഹോദരി വിശേഷം അന്വേഷിച്ചതാണെങ്കിലും ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള വിശേഷം തിരക്കലുകളുണ്ട്. അത് വിശ്വാസി എന്ന് പറയുന്ന ആളുകൾക്കുമുണ്ട്, അവിശ്വാസി എന്ന് പറയുന്ന ആളുകൾക്കുമുണ്ട്. ആരെയും മാറ്റി നിർത്താൻ കഴിയത്തില്ല. രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങളാ മുനവെച്ച ചോദ്യം. ഉത്തരം അറിയാമായിരുന്നിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന അനുഭവം. 3 കുഞ്ഞുങ്ങളല്ലയോ, അതിൽ 2 പെണ്ണല്ലയോ. അപ്പൊ ഞാൻ വൈകിട്ട് എവിടെയോ പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ സഹോദരി ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. അപ്പോൾ സഹോദരിക്ക് അത് വിഷമമായി. എങ്ങനെയാകും കുഞ്ഞുങ്ങളുടെ വളർച്ച, വിദ്യാഭ്യാസം, പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ ഓർത്ത് പെട്ടെന്ന് വിഷമിച്ചു. ഞാന് കാര്യമായി അവളോട് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു, ഇങ്ങനെ ഈ ചേച്ചി വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അത് വല്ലാതെ വിഷമിപ്പിക്കാനിടയായി. 3 കുഞ്ഞുങ്ങളാ, അതിനകത്ത് 2 പെണ്ണാ, പിന്നെ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ വിഷമിച്ചു പോയെന്നോ. കാണുന്നു, ഞാൻ വിശ്വാസത്താൽ എന്ന വലിയ പാട്ട് എഴുതിയ ഞാനും ഈ കാര്യം കേട്ടപ്പോൾ ഞാനും അവിടെ ഒരു എന്താ പറയേണ്ടത്, എന്റെ ശബ്ദമെല്ലാം നിലച്ച് ഞാൻ നിശബ്ദനായിട്ട് അവിടെ ഇരുന്നു. ഒരാഴ്ച അവൾ എന്നോട് സംസാരിക്കാതെയും മൂഡ് ഓഫായും ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ 2 ആഴ്ച ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ദൈവവചനം വായിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ വിഷയങ്ങൾ ഉള്ളിൽ ഓർത്ത് ഞാൻ നിശബ്ദനായി സഞ്ചരിച്ചു, വിഷമത്തോടെ. എന്റെ ഉള്ളിൽ ആകെ ഞാൻ ആ സമയത്ത് കുഞ്ഞുങ്ങൾ, മൂത്ത മകൻ LKG UKG പഠിക്കുക, രണ്ടാമത്തെ മകൾ നഴ്സറി സ്കൂളിൽ പഠിക്കുക, കൊച്ചുമകൾ മുട്ടാങ്കാലിൽ നടക്കുന്ന സമയം, എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയം. ഞാൻ എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെയും പെട്ടെന്ന് ഓർത്തപ്പോൾ ഇപ്പോൾ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ പോലെ അവരെന്റെ മുമ്പിൽ 2 ചേച്ചിമാരെ പോലെ നിൽക്കുകയാണ്. ഉള്ളിൽ പെട്ടെന്നൊരു ഭീതി പോലെ ഉണ്ടായി. 2 കുഞ്ഞുങ്ങളും വലിയ ചേച്ചിമാരെ പോലെ എന്റെ മുമ്പിൽ നിൽക്കുക. ഇപ്പൊ വിവാഹപ്രായമായി അവരുടെ കാര്യം ക്രമീകരിക്കേണ്ട സാഹചര്യത്തിൽ. നമ്മൾ ഈ ബാലരമയില് മായാവി എന്ന് പറഞ്ഞ ഒരു ചിത്രകഥയുണ്ട്. അതിനകത്ത് മന്ത്രമരുന്നൊഴിക്കുമ്പോൾ തവളയും ചെറിയ മുയലുകളൊക്കെ വലിയ ഭീമാകാരമാകുന്നത് പോലെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞും മുട്ടാങ്കാലിൽ നടക്കുന്ന എന്റെ മോളും വലിയ ചേച്ചിമാരെ പോലെയായി. ഞാൻ ആകെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണ്. അടുത്ത ദിവസം കുഞ്ഞിനെ, അന്ന് വണ്ടിയില്ലാത്തത് കൊണ്ട് സ്കൂളിൽ ചെന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അപ്പൻ പണ്ട് വാങ്ങിത്തന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിത്തന്ന ഒരു പഴയ സൈക്കിളുണ്ട്. അത് ഞാൻ നഷ്ടപ്പെടുത്താതെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. സവാചാർജി കഴിഞ്ഞ് അവിടെ ചെന്ന് ആ സൈക്കിള് തുരുമ്പെല്ലാം മാറ്റി എണ്ണയിട്ട് റെഡിയാക്കി അവിടെ വെച്ച് ആ സൈക്കിളിലാണ് ഞാൻ കുഞ്ഞിനെ പലപ്പോഴും പല ദിവസങ്ങളിലും കൊണ്ടുവിടുന്നത്. എല്ലാവരും കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തിട്ട് എനിക്ക് ചേർക്കുവാൻ കഴിയാതെ 1.5 മാസം കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പാലിനോട് അനുവാദം ചോദിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തത്. ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. കുഞ്ഞിനെ വിളിക്കുവാനായി എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വഴിയിലേക്കൂടെ ഞാൻ വന്നു. റോഡ് ഇളകി കിടക്കുന്നത് കൊണ്ട് വല്ലാത്ത ഇതായതുകൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല. ഉരുട്ടി വന്ന് 2:45, 3:30 സമയമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പിന്നാലെ കാറ്റടിച്ചു വരുന്നത് പോലെ, കരിയില ഇളകുന്നത് പോലെ, എന്തോ ഒരു ഘനമായ വസ്തു പിറകെ വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. 2 ആഴ്ച ഞാൻ ദൈവത്തോട് സംസാരിക്കാതെ വിഷമമുള്ള ആ മനോഭാവത്തോടെ സഞ്ചരിക്കുക. അപ്പോൾ ആരോ വരുന്നത് പോലെ തോന്നി. ബൈക്കിലേക്ക് നോക്കി, ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് വീണ്ടും തിരിഞ്ഞു നോക്കി, എന്തോ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഒരു ഘനമായ ഒരു റോഡ് നിറഞ്ഞ് ഘനമായ ഏതോ ഒരു അനുഭവം വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പേടിച്ച് പെട്ടെന്ന് സൈക്കിളും കൊണ്ട് ആ റബ്ബർ തോട്ടത്തിന്റെ മതിലിനോട് ചേർന്ന് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുക. പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ നാളുകൾക്ക് ശേഷം ഓർമ്മ വരുന്നത്, ബിലയാം കയറിയ കഴുത മതിലിനോട് ചേർത്ത് ബിലയാമിനെ ഞെരുക്കി എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവത്തിൽ എനിക്ക് പിന്നീടാണ് അത് മനസ്സിലായത്. ഞാനും സൈക്കിളുമായി മതിലിനോട് ചേർന്ന് നിന്നു. എന്നെ ഇങ്ങനെ റോഡ് നിറഞ്ഞു വന്ന ആ ഒരു ഘനമായ വസ്തു ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങോട്ട് പോയി. എന്റെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റു. എന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. 2 ആഴ്ചയായി ഭാര്യയോടും അല്ലെങ്കിൽ ദൈവത്തോടും വേണ്ടതുപോലെ വളരെ പ്രയാസത്തിലായിരുന്ന, ആശയവിനിമയം ഒന്നും നടത്താതിരുന്ന ആ സാഹചര്യത്തിൽ, വിഷമമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എന്നോട് ദൈവ സാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങി. ഞാൻ അറിയാതെ അവിടെ നിന്ന് പറയാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആരും തുറക്കാത്ത വാതിൽ
ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. താങ്ക് യു. ദേവദാസിനെ, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് പാട്ടുകൾ വന്നതാണ്. അതാണ് ആ പാട്ടുകളുടെ ഒരു ബലം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ പഴയ പാട്ടുകളുടെ ഒരു പ്രത്യേകത, അതൊക്കെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടുകളാണ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ നിത്യഹരിത ഗാനങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അല്ലാതെ സംഗീതം പഠിച്ചവർ സംഗീതത്തിനനുസരിച്ച് വരികൾ ഉണ്ടാക്കി എഴുതിയ പാട്ടുകളല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പാടാമോ വസ്ത്രേ? പാടി തുടങ്ങിയത് ഓക്കെ. ഒരു പാട്ട് എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ പാടുവാനോ പ്രാപ്തിയില്ലാത്ത ഞാൻ ആ സൈക്കിളും പിടിച്ചോണ്ട് അവിടെ നിന്ന് പാടുകയാ. 23 ജംഗ്ഷനില് തടിമിലിനോട് ചേർന്നുള്ള ഭാഗത്ത് അവിടെ നിന്ന് പാടിയ വരിയ എന്നോട് ദൈവം പറഞ്ഞത്, ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ എന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ എന്നെ നടത്തും. ആ സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദ്യമുയർത്തിയ അനേകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ദൈവത്തോട് പറഞ്ഞത്, എന്നെ ഓർക്കുവാൻ എൻ കാര്യം ചൊല്ലാൻ എനിക്കായി കരുതുവാൻ ആരുമില്ലെന്നാകിലും. എന്നെ ഓർക്കുവാൻ എൻ കാര്യം ചൊല്ലാൻ എനിക്കായി കരുതുവാൻ ആരുമില്ലെന്നാകിലും. ഉടനെ ദൈവശബ്ദം എന്നെ ഉറപ്പിക്കുക, എന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റുന്ന സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. എന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റുന്ന സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. അതിന്റെ ഒരു സ്റ്റാൻസയും കൂടെ പാടാതിരിക്കാൻ നിർവാഹമില്ല. അതിന് 3 സ്റ്റാൻസയാ ഉള്ളത്. കാരണം പല ചോദ്യങ്ങൾക്കും ഉത്തരമായി ദൈവം എന്നെ ആശ്വസിപ്പിച്ച, പലരും പറഞ്ഞതിന് മറുപടിയായി ദൈവം എന്നെ ആശ്വസിപ്പിച്ച വരികളാ അതിന്റെ അവസാനത്തെ വരികൾ. ശ്രേഷ്ഠ ഭക്തന്മാർക്കൊപ്പം നീ നിൽക്കാൻ മാന്യനായി തോന്നുവാൻ യോഗ്യനല്ലെന്നാകിലും. ശ്രേഷ്ഠ ഭക്തന്മാർക്കൊപ്പം നീ നിൽക്കാൻ മാന്യനായി തോന്നുവാൻ യോഗ്യനല്ലെന്നാകിലും. എന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റുന്ന സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. എന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റുന്ന സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ എന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. ഒരുപക്ഷെ എന്റെ ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, സകല വഴികളും അടഞ്ഞ വ്യക്തിയാണോ നിങ്ങൾ? എന്ത് ചെയ്യണമെന്നറിയാതെ എന്നെ ഓർക്കുവാൻ ആരുമില്ലെന്ന് കരുതുന്ന വ്യക്തിയാണോ നിങ്ങൾ? എന്നോട് ദൈവം സംസാരിച്ചതുപോലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചതുപോലെ, ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ കരുതുന്ന
കർത്താവ് കൂടെയുണ്ട്. എന്നെ ഓർക്കുവാൻ, എന്റെ കാര്യം ഒന്ന് പറയുവാൻ, ഒരു വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെന്ന് ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചതുപോലെ ഞാനും നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നിന്നെ മറക്കാത്ത, ഈ സ്ഥിതി മാറ്റുന്ന, സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. നിന്നെ മറക്കാത്ത, ഈ സ്ഥിതി മാറ്റുന്ന, സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. കണ്ണീരോടെ തുരുമ്പ് പിടിച്ച എണ്ണയുടെ അംശത്താൽ നല്ല മണമുള്ള ആ സൈക്കിളുമായി ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിക്കുവാൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ നിന്ന് തിരികെ വന്നപ്പോൾ നേഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞും വീട്ടിലുണ്ട്, എൻ്റെ ഇളയ മകളും വീട്ടിലുണ്ട്. ഞാൻ അവരെ രണ്ടുപേരെയും നോക്കിയപ്പോൾ അവർ പഴയ രൂപത്തിൽ അംഗനവാടി പഠിക്കുന്ന കുഞ്ഞു പോലെയും മുട്ടാങ്കാലിൽ ഇഴഞ്ഞു നടക്കുന്ന കുഞ്ഞിനെ പോലെയും അവരുടെ യാഥാർത്ഥ്യമായ അവസ്ഥ എൻ്റെ ഉള്ളിലേക്ക് വന്നു. അന്ന് മുതൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ആ വരികൾ പാടിയതിനു ശേഷം എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ഒരിക്കലും ഭാരപ്പെട്ടില്ല. ഞാനിപ്പോഴും ധൈര്യപ്പെടുന്നു. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. 4 നാളാകാം പാസ്റ്ററെ ജീവിതാനുഭവങ്ങളിൽ. ഒരുപക്ഷെ പാസ്റ്ററുടെ ആ ജീവിതാനുഭവങ്ങളാണ് പുതിയ പാട്ടുകൾ, അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേദനയാണ് അനേകരുടെ കണ്ണീരൊപ്പാനുള്ള ഗാനങ്ങളായിട്ട് വരുന്നത്. നമ്മൾ തീച്ചോളയിലൂടെ പോകുന്നത് അനേകർക്ക് അനുഗ്രഹമാണ്. പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന മരണമാണ്, ശുശ്രൂഷകരിൽ വ്യാപരിക്കുന്ന മരണമാണ് ദൈവജനത്തിൻ്റെ അനുഗ്രഹമായി ജീവനായിട്ട് വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററെ, എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാകാം? ഏകദേശം 40 ഗാനത്തോളം അടുത്ത ഗാനങ്ങളുണ്ട്. ശരി. അതിൽ 10 ഗാനത്തോളം ഒരു CD ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ കാണുന്നു ഞാനും ഉൾപ്പെടും. ചില ഗാനങ്ങളൊക്കെ അല്ലാതെ ഈ ന്യൂസ് ലെറ്റർ മുഖേനയൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അതൊന്നും ഗാനരൂപത്തിലായിട്ടില്ല. എന്റെ 10 പാട്ടുകളെ അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഗാനങ്ങളൊക്കെ പലയിടത്ത് പോകുമ്പോഴും പാടും. ഇപ്പോഴെനിക്ക് പാടാൻ വയ്യാത്ത അവസ്ഥയാണ്. പുതിയ പാട്ടുകൾ വെളിയിൽ പാടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റുള്ളവര് കൊണ്ടുപോയി ഇല്ലാത്തൊരു സമയമാണ്. കാണുന്നു ഞാൻ എന്ന വിശ്വാസത്താൽ എന്ന ഗാനം ഏകദേശം 10ൽ കൂടുതൽ ആളുകൾ അവകാശം പറഞ്ഞു വന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത് 2012 കാണുന്നു ഞാൻ വിശ്വാസത്താൽ ഞങ്ങളുടെ ഒരു ബ്രദർ, തിരുവനന്തപുരത്തുകാരൻ ഒരു ബ്രദറാണ് എഴുതിയതെന്ന് പറഞ്ഞ് പഞ്ചാബിൽ ചെന്ന് അവിടെയുള്ള ആളുകളെ എല്ലാം പഠിപ്പിച്ച് അവിടെയുള്ള ദൈവദാസന്മാരും ദൈവജനവും എല്ലാം കൂടെ നല്ല രീതിയിൽ സാമ്പത്തികമായി കളക്ഷൻ എടുത്ത് അവരെ സഹായിച്ചു. അദ്ദേഹം പിന്നീടാണ് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തുന്ന വീഡിയോ കണ്ടിട്ട്, ഇന്നേക്ക് 5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നെ വിളിച്ച് അങ്കമാലിയിൽ കൊണ്ടുപോയി ഒരു കൂട്ടായ്മയൊക്കെ ആചരിച്ചു. പക്ഷെ അത് ഈ കാര്യം മനസ്സിലായി ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടായ്മ എനിക്ക് തരുവാൻ ഇടയായി തീർന്നത്. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹവുമായി ഒന്നിച്ച് ഒരു ദിവസം ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ അതുപോലൊരു വ്യക്തിയാണ് കോട്ടയം ഗുഡ് ന്യൂസിന്റെ ഓഫീസിൽ ഇത് എന്റെ മകൾക്ക് കർത്താവ് നൽകിയതാണെന്ന് പറഞ്ഞ് അവിടെ സാക്ഷ്യം എഴുതി കൊടുക്കുവാൻ അവിടെ ഒരു 2 പേരവിടെ നിന്നിരുന്നു. അവിടെ ഒരു എന്നൊക്കെ പറയുന്നത് അത് അങ്ങോട്ട് പറയാനായിട്ടൊരു പ്രയാസവും വിഷമവും തോന്നുന്നത് കൊണ്ട് ഉടനെ ആ സമയത്ത് പത്തനാപുരം ശാലേം ഗോസ്പൽ വോയിസിലെ സാംസണച്ചായൻ ഗുഡ് ന്യൂസിന്റെ ഓഫീസിലുണ്ടായിരുന്നു. ഉടനെ എന്നോട് പറഞ്ഞു, എന്നെ ഉടനെ അച്ഛൻ വിളിച്ചു, മോനെ നിന്റെ പാട്ട് ഇവിടെ 2 പേര് വന്ന് നിന്ന് ഗുഡ് ന്യൂസിന്റെ ഓഫീസിൽ സാക്ഷ്യമായിട്ട് അവർക്ക് ദൈവം കൊടുത്ത പാട്ടാണ്, അതിന് പിന്നിലുള്ള അനുഭവമാണെന്ന് എഴുതി കൊടുക്കാനായിട്ട് 2 പേര് ഇവിടെ വന്ന് നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിതൊന്നും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന്, അച്ഛൻ തന്നെ ചെയ്താട്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സാംസണച്ചായൻ പറഞ്ഞത്, അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ചെറുക്കൻ എഴുതിയ പാട്ടാ, ഞങ്ങളുടെ പയ്യൻ എഴുതിയ പാട്ടാ, അതുകൊണ്ട് നിങ്ങൾ ഇത് ഇവിടെ ഇങ്ങനെ സാക്ഷ്യം എഴുതി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴവിടെ നിന്ന 2 പേരും എന്നാലൊന്ന് ആലോചിക്കട്ടെ, ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിന്മാറിപ്പോയി. അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്. എന്റെ വൈഫിന്റെ ചർച്ച്
ഞാൻ പറഞ്ഞല്ലോ, മോഹൻ കാഞ്ഞിരമണ്ണിൽ അച്ചായന്റെ സഭയാണ് കാരക്കാട്ടെ IPC ചർച്ച്. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരാൾ പങ്കെടുക്കാൻ വന്നിരുന്നു. പങ്കെടുക്കാനല്ല, അതിൽ സംസാരിക്കാനായിട്ട്. അപ്പൊ ആ സഹോദരി പാട്ടുപാടി ഇപ്രകാരം പറഞ്ഞു, ഇത് ദൈവം അവർക്ക് കൊടുത്ത പാട്ടാണെന്നൊക്കെ പറഞ്ഞ് അവിടെ സാക്ഷ്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ സഭയിലുള്ളവർക്കെല്ലാം ഈ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന പാട്ട് അതിന് മുൻപേ അറിയാം. ഞാൻ ആ സഭയിലെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിൽ പാട്ട് ഷീറ്റ് അവർക്ക് കൊടുത്ത് അവരത് പഠിച്ചിരുന്നതാണ്. ആ സഭയിലെ അമ്മാമയാണ് സഹോദരി സമാജത്തിന്റെ ഒരു ചുമതലയുള്ള ജോയമാമ. അപ്പൊ ആ ജോയമാമയൊക്കെ ശക്തമായിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, ഈ സഭയിലെ ഒരു സഹോദരിയെ വിവാഹം കഴിച്ച കുഞ്ഞെഴുതിയ പാട്ടാ ഇതെന്നൊക്കെ പറഞ്ഞു. ആ സഹോദരി പ്രസംഗിക്കാൻ വന്ന സഹോദരി അവിടുന്ന് ഓടിപ്പോയെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് അവകാശം പറഞ്ഞ് വന്ന സാഹചര്യത്തിൽ മലയാള മനോരമ മ്യൂസിക്കാണ് 2011 ജോൺസൺ ഡാനിയൽ പാസ്റ്റർ എന്നെ പ്രസിദ്ധപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിൽ അന്വേഷിച്ചു വന്ന് 2011 മാരാമൺ കൺവെൻഷന് ഈ ഗാനം അവരുടെ CD ഉൾപ്പെടുത്തുവാനും അതോടുകൂടി അവകാശം ഉന്നയിച്ചു വന്ന പലരും എന്ത് ചെയ്യാനിടയായി തീർന്നത്, പിന്മാറി പോകുവാനിടയായി തീർന്നത്. എനിക്ക് അറിയാവുന്ന ഒത്തിരി പാട്ടുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പാട്ടുകാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ പിന്നെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ MC ജോൺ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി, ആ പാട്ട് എഴുതിയത്. MC ജോൺ പാസ്റ്ററുടെ ആ പാട്ട് ഞാനൊരിക്കലും ഒരു മീറ്റിങ്ങിന് പറഞ്ഞത് MC ജോൺ പാസ്റ്റർ എഴുതിയ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു പിതാവ്, WME ചർച്ചിൻ്റെയൊക്കെ ഒരു സെൻട്രൽ പാസ്റ്ററായിരുന്നു അദ്ദേഹം എഴുതിയ പാട്ടാന്ന് പറഞ്ഞു. എന്നെ ഫോൺ ചെയ്ത് 2-3 പേര് അവകാശപ്പെട്ടു, അല്ല എൻ്റെ പപ്പ എഴുതിയ പാട്ടാന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു. ഇങ്ങനെ ചില ആളുകളുണ്ട്. അവർ പറഞ്ഞ സത്യ പാസ്റ്ററെ, അവർ വെള്ളപ്പേപ്പറിൽ അത് എഴുതിയെടുത്തത് അവരാണ്. ഞാൻ എഴുതിയെന്നല്ലാതെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാട്ടിൻ്റെ അകത്ത് ഒരു ചില്ലക്ഷരം മാറ്റി കർത്താവേ നാക്കിയത് അവരായിരിക്കും. കർത്താവിൽ നിന്ന് നമ്മൾ എഴുതി, അവരത് കർത്താവേ നാക്കിയിട്ട് പറഞ്ഞു ഇത് ഞാൻ എഴുതി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് അവരുടേതാക്കുന്നത്. എന്താണെങ്കിലും പാസ്റ്ററെ, എന്താണെങ്കിലും പോകട്ടെ. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പാസ്റ്ററെ. എന്നാൽ പാസ്റ്റർ ഗുജറാത്തിലേക്ക് തിരിച്ച് പോയി ജോലി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഏത് സമയത്താണ് പിന്നെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഒരു നിയോഗത്തോടെ തിരിച്ചു വന്നത്? അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് 97 മുതൽ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവവചനം പഠിക്കാനായിട്ട് ഒരു ക്രമീകരണം ബാബു സാമുവൽ പാസ്റ്റർ ചെയ്തു തന്നു. എന്നെ സ്നാനപ്പെടുത്തിയ ബാബു സാമുവൽ പാസ്റ്റർ അതിനുള്ള ക്രമീകരണം ചെയ്തു. അതിനുശേഷം 2000 വിവാഹം നടന്നു. 2000 മുതൽ 2005 വരെ മൂവാറ്റുപുഴയ്ക്കടുത്ത് ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എബനേസർ മിഷൻ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. പാസ്റ്ററെ, അപ്പം ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ പ്രിയമുള്ളവർ അവരുടെ ജീവിതത്തിലൊരു സൗഖ്യം, വിടുതൽ, ആശ്വാസം ഒക്കെ വെളിപ്പെടുവാനിടയായി തീരട്ടെ. പ്രേക്ഷകരോട് ഞാൻ പറയുക, എനിക്കറിയാം നിങ്ങൾ ഈ പലരും പാസ്റ്ററുടെ നമ്പർ ചോദിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പറിനകത്ത് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ മെസ്സേജ് ഇടുന്നവർക്ക് പാസ്റ്റർ നമ്പർ ഷെയർ ചെയ്ത് തരാം. സാധാരണ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഗസ്റ്റിൻ്റെ നമ്പർ ഷെയർ ചെയ്യാത്തത് തെറ്റായ കാര്യങ്ങളിൽ നമ്പർ എത്തില്ലെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ്. നമ്മുടെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രെയർ ലൈൻ നമ്പറാണ്. അതിനകത്ത് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക, സുൽ പാസ്റ്റർ നമ്പർ വേണമെന്ന് പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് ഇടുക. ഞങ്ങൾ ആ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പാസ്റ്ററുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ ദിവസങ്ങളിൽ കുടുംബമായി കർത്താവ് ശക്തമായിട്ട് ഒറ്റ ചോദ്യം കൂടെ പാസ്റ്റർ കേട്ടോ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ. പാസ്റ്റർ ഒത്തിരി പാട്ടുകൾ, 40ഓളം പാട്ടുകൾ എഴുതി. അതിനകത്ത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ ലോകം മുഴുവൻ പാടുന്ന പാട്ടാണ്. പക്ഷേ പാസ്റ്റർ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് 2 വരിയൊന്ന് പാടാമോ? മറ്റൊരു പാട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന, എനിക്കറിയാം എല്ലാ പാട്ടുകളും അനുഭവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിൽ ഏതെന്നുള്ളൊരു ശങ്കയുണ്ടാകും. ഞാൻ ഈ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം എഴുതുന്നതിന് മുൻപ് ഞങ്ങൾ ഈ പഴയ നല്ല വസ്ത്രങ്ങൾ ശേഖരിക്കുകയും അത് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും എൻ്റെ സ്നേഹിതൻ ജോജിയുടെ വീട്ടില്, കടമ്പനാടിനടുത്ത് തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോജിയുടെ വീട്ടിൽ നിന്ന് തുണി ശേഖരിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ 2-3 വലിയ ബാഗ് നിറയാണ്
തുണികളൊക്കെ ലഭിച്ചത്. ഇതൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അയാൾ. ആരും അറിയാത്ത ഒരു ശുശ്രൂഷയായിരുന്നു ആ ചെയ്തിരുന്നത്. പല ഭാഗങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചേരേണ്ട ഇടത്തത് കൊണ്ടെത്തിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച 2-3 വലിയ ബാഗായിരുന്നു. അതും എടുത്ത് അടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സന്ധ്യയ്ക്കുള്ള ലാസ്റ്റ് ബസ്, പത്തനാപുരത്തേക്കുള്ള ബസ്സിൽ ഈ 3 ബാഗും വലിച്ചു കയറ്റിയിട്ട് ബാക്കിലെ സീറ്റിൽ ഇരുന്നപ്പോഴേക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ശരീരം നന്നായി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചോദ്യം, നീ ഇതൊക്കെ ചെയ്യുന്നു, നിനക്ക് എന്ത് കിട്ടുമെന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ ഭയപ്പെട്ടു. പിന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എതിർ ശക്തികളിൽ നിന്നുണ്ടാകുന്നത്. നീ ഇതൊക്കെ ചെയ്യുന്നു, നിനക്ക് എന്ത് കിട്ടും? അല്പനേരം ശാന്തമായിരുന്ന എന്നോട് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവം എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആ വരികളാണ് എനിക്ക് ഇപ്പോഴൊരു ബലം, എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഗാനത്തിന്റെ വരികളും. ഇങ്ങനെ പാടി, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും എൻ ദൈവം നിന്നെ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും. ഞാൻ എന്നോട് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന പോലെ തോന്നി. ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും എൻ ദൈവം നിന്നെ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും. യേശുവെ സ്നേഹിച്ചാൽ, യേശുവെ സേവിച്ചാൽ, യേശുവെ സ്നേഹിച്ചാൽ, യേശുവെ സേവിച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും എൻ ദൈവം നിന്നെ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും. എരിയുകയാണെന്ന് തോന്നും, ചാരമോ ആകില്ല താനും. എരിയുകയാണെന്ന് തോന്നും, ചാരമോ ആകില്ല താനും. 7 മടങ്ങിലും ചൂടിൻ നടുവിൽ യേശു ആ ദൈവം വിടുവിക്കും. 7 മടങ്ങിലും ചൂടിൻ നടുവിൽ യേശു ആ ദൈവം വിടുവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും എൻ ദൈവം നിന്നെ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും. വൈരികളെതിരായി വന്നാൽ വൻവിന പോലത് നിന്നാൽ, വൈരികളെതിരായി വന്നാൽ വൻവിന പോലത് നിന്നാൽ, ഒരു വഴി വന്നവരേശുവിൻ മുൻപിൽ 7 വഴിയായി ചിതറിയിടും. ഒരു വഴി വന്നവരേശുവിൻ മുൻപിൽ 7 വഴിയായി ചിതറിയിടും. ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും എൻ ദൈവം നിന്നെ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും എൻ ദൈവം നിന്നെ, ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും. സ്തോത്രം. ഇത് എന്നെ ആശ്വസിപ്പിച്ച് അന്ന് പറഞ്ഞതിൽ നിന്ന് അതേപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കുന്ന ഒരു ദൈവം എന്നെ കണ്ടിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു. ഇപ്പോൾ സമാധാനത്തോടെ, വലിയ ആശ്വാസത്തോടെ പത്തനാപുരം സെൻട്രൽ IPC പത്തനാപുരം സെൻട്രലിൽ ഉൾപ്പെട്ട എളമണ്ണൂർ രഹബോത്ത് IPC ചർച്ചിലാണ് ഞങ്ങൾക്ക് കുടുംബമായി മെമ്പർഷിപ്പ് ഉള്ളത്. ഞങ്ങളുടെ പാസ്റ്റർ പ്രിയ S മത്തായിക്കുട്ടി അവറുകൾ, അദ്ദേഹം പത്തനാപുരം സെന്ററിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ആണ് ഞങ്ങളുടെ പാസ്റ്റർ, പ്രിയ പാസ്റ്റർ അമ്മാമി. അവരോട് ചേർന്ന് ദൈവസഭയുടെ കാര്യങ്ങൾ ശുശ്രൂഷയിൽ അവരെ സഹായിച്ചും ദൈവസഭയെ സഹായിച്ചും ഞങ്ങൾ ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഇതാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ അവസ്ഥ. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പാസ്റ്റർക്ക് വെളിപ്പെട്ട സൗഖ്യം അവർക്കും വെളിപ്പെടട്ടെ. പാസ്റ്റർ തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആസാദി ചാനലിലൂടെ അടിയന്റെ അനുഭവങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവനെയും പ്രിയപ്പെട്ടവളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അത്ഭുതകരമാർന്ന ഒരു പരിഹാരം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അവിടുത്തെ വചനത്തിൽ ഓർമ്മപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി, ഇരുവായ്ത്തരയുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിച്ചറിയുന്നതുമായ ദൈവത്തിന്റെ വചനം പോലെ കർത്താവെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കത്തക്ക നിലവാരത്തിൽ, അത്ഭുത സൗഖ്യം വ്യാപരിക്കത്തക്ക നിലവാരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, വഴികൾ ഏതെന്ന് അന്വേഷിക്കുന്ന, ശരീരത്തിൽ ആശ്വാസം ആഗ്രഹിക്കുന്ന, അത്ഭുത വിടുതൽ, സമാധാനം, സ്വസ്ഥത, ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ
ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത മറുപടി ഓരോ വ്യക്തികളുടെ മേലും അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമേ. വരുന്ന ദിവസം അവർ സ്വതന്ത്രരായി, അവരുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ചവരായി, കർത്താവെ മനസ്സിൽ നിരാശയുടെ അവസ്ഥയിൽ നിന്ന് വിമുക്തി പ്രാപിച്ചവരായി, ആശ്വാസമുള്ളവരായി, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന അവസ്ഥയിൽ, തകർന്നുപോയ ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന അവസ്ഥയിൽ പൂർണ്ണ വിടുതൽ പ്രാപിക്കുന്നവരായി തീരുവാൻ കർത്താവെ അവിടുത്തെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച സകല വ്യക്തികളെയും വിഷയങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത മറുപടി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് സൗഖ്യമായി, ആശ്വാസമായി, ബലമായി, ധൈര്യമായി, വിശ്വാസമായി, പ്രത്യാശയായി വരുന്ന നാളുകളിൽ കർത്താവെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് വിചാരിച്ച നാളുകളിൽ, ദൈവത്താൽ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ എനിക്ക് ഉത്തരമരളി, യഹോവ എനിക്ക് ഉത്തരമരളി, എന്റെ ഉള്ളിൽ ധൈര്യം പ്രാപിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള അത്ഭുത മറുപടിയായി ഓരോരുത്തരും എഴുന്നേൽക്കാൻ സഹായിക്കണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ പ്രാപിച്ച ജനത്തെ അവിടുന്ന് സ്വതന്ത്രമാക്കിയ മറുപടി കേട്ട് സന്തോഷിപ്പാനിടയാക്കണം. പ്രിയ ഫിന്നി ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു, ആസാദി ചാനലിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ പേരും, പ്രത്യേകമായി നമ്മുടെ നാടിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സുൽപത്തനാപുരം പാസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. അടക്കട്ടെ. ആമേൻ.